ഗുഡ് മോർണിംഗ് എവരിബഡി. നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കോവിഡ് കാലത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കേണ്ടി വരുന്നത്. അതല്ലെങ്കിൽ മുഖാമുഖം കണ്ട് നമ്മള് നിങ്ങളുടെ ആ, രീതികൾ എനിക്കും മനസ്സിലാവും, എന്റെ രീതികൾ നിങ്ങൾക്കും കുറച്ചുകൂടെ എളുപ്പം മനസ്സിലാവും. നേരിട്ട് മുഖാമുഖം നടത്തുന്ന ഒരു ക്ലാസ് ആണെങ്കിൽ അതിനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ ഇന്നിവിടെ നിങ്ങളോട് സംസാരിക്കാം എന്ന് പറഞ്ഞിരുന്നിട്ടുള്ള കാര്യം ലൈറ്റ് ആൻഡ് കോമ്പോസിഷൻ എന്നുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടാണ് ചില ക്ലിപ്പുകൾ ഞാൻ ഇന്നലെ അയച്ചു തന്നിരുന്നു. കുറച്ചുപേരെങ്കിലും അത് കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഇതില് പ്രത്യേകമായിട്ട് എനിക്ക് ഈ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് ഇന്നിപ്പം നമ്മുടെ കണ്ണിൽ കാണുന്ന പോലെ സെൻസർ, ക്യാമറ സെൻസർ ഇപ്പൊ അത് വളരെ ലോ ലൈറ്റ് കണ്ടീഷൻസിലും പകർത്തിയെടുക്കാവുന്ന തരത്തിൽ കഴിവ് നേടിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ലൈറ്റിങ്ങിന്റെ ആവശ്യം ഇല്ലാതാവുന്നില്ല. അത് പ്രത്യേകിച്ചും ഒരു കോൺട്രാസ്റ്റി ആയിട്ടുള്ള സീൻ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ലൈറ്റിങ്ങിന്റെ ആവശ്യം വരുന്നത്. പിന്നെ അതിന്റെ മൂഡ് ക്രിയേറ്റ് ചെയ്യാനും. ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ പലപ്പോഴും സംഭവിക്കുക, പിന്നെ അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റിനെ പലയിടത്തും കട്ട് ചെയ്തുകൊണ്ട് അതിനകത്തുള്ള സീനിന്റെ കോൺട്രാസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇന്നിപ്പോ ചെയ്യേണ്ടി വരിക കൂടുതൽ. മുന്നേ നമ്മൾ ഉള്ള അവൈലബിൾ ലൈറ്റിനെ അതിന്റെ കൂടെ ആഗ്യുമെന്റ് ചെയ്തിട്ട് അഡീഷണൽ ആയിട്ട് നമ്മൾ വെക്കുന്ന ലൈറ്റും എല്ലാം കൂടെ യൂസ് ചെയ്തിട്ടായിരുന്നു ലൈറ്റിംഗ് നടത്തുക. തീർച്ചയായിട്ടും ഒരു നൈറ്റ് സീൻ ലൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടലി നമ്മുടെ കൺട്രോളിലാണ്. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ലൈറ്റ് വെക്കാം. അതനുസരിച്ചിട്ട് നമ്മളുടെ മനസ്സിൽ മുന്നേ കണ്ടിരിക്കുന്ന രീതികൾക്കനുസരിച്ചിട്ട് നമുക്ക് ലൈറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ കുറച്ചുകൂടി പിന്നെ ലഘുവായിട്ട് എന്നെ പറ്റി ഒന്ന്, എനിക്കറിയാം നിങ്ങൾ പലരും തന്നെ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകൾ 2000-ന് മുമ്പാണ് മലയാളത്തില്. അപ്പൊ അത് 2002-ന് ശേഷം പിന്നെ വെളിയിൽ കുറെ അധികം സിനിമകൾ ചെയ്തു. അപ്പൊ അതുകൊണ്ട് പല സിനിമകളും കണ്ടു കാണാൻ സാധ്യതയില്ല. എങ്കിലും എൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന ചിത്രം ഷാജിയൻ കരുൺ ഡയറക്ട് ചെയ്ത പിറവി എന്ന സിനിമയാണ്. അപ്പൊ ആ സിനിമയ്ക്ക് ശേഷം വാസ്തുഹാര അരവിന്ദന്റെ, അടൂർ സാറിന്റെ നിഴൽക്കുത്ത്, പിന്നെ ക്യാമറമാൻ വേണു ആദ്യമായിട്ട് ഡയറക്ട് ചെയ്ത ദയ എന്ന ചിത്രം, ഇതിന്റെ എല്ലാം ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത് ഞാനാണ്. അങ്ങനെ 11 ഭാഷകളിലായിട്ട് ഏതാണ്ട് 60-ലേറെ ഫീച്ചർ ഫിലിം ഞാൻ ഇതിനിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത്രത്തോളം തന്നെ ഡോക്യുമെന്ററീസും ഷോർട്ട് ഫിലിംസും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ 100ഓളം എപ്പിസോഡ് വരുന്ന 2 ദീർഘമായിട്ടുള്ള സീരിയലുകൾ ഞാൻ ദൂരദർശന് വേണ്ടി സംവിധാനം ചെയ്തിട്ടുണ്ട്. ആ സീരിയലുകൾ ആ കാലത്ത് ഏറ്റവും കൂടുതൽ ജനപ്രതിനിധി കിട്ടിക്കൊണ്ടിരുന്ന സീരിയലുകളുമായിരുന്നു. നിലവുകൾ നോവുകൾ എന്ന് പറയുന്ന ഒരു സീരിയൽ ആദ്യം ചെയ്തത്, പിന്നെ രാഗാർദ്രം എന്ന് പറഞ്ഞ് നെടുമുടി വേണുചേട്ടൻ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിട്ടുള്ള ഒരു ടെലിവിഷൻ സീരിയലും ഞാൻ പിന്നീട് ചെയ്യുകയുണ്ടായി. അത് സംഗീത പ്രധാനമായിട്ടുള്ള ഒരു സീരിയലായിരുന്നു. അപ്പോ ഈ നമ്മളുടെ കണ്ണിന്റെ ഇതില് പിന്നെ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് ഈ നമ്മളുടെ ലോകത്തെക്കുറിച്ചുള്ള നമുക്ക് കിട്ടുന്ന അറിവുകൾ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് തന്നെ തുടങ്ങേണ്ടി വരും. നമുക്കുള്ള 5 പിന്നെ സെൻസ് എക്യുപ്മെന്റ്സ് കൊണ്ടാണ് നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതില് ഏറ്റവും മുന്നേ ഉള്ളത് കണ്ണ്, കാത്, മണം, കാഴ്ച, കേൾവി, മണം, രുചി, സ്പർശം. അപ്പൊ ഈ 5 മാർഗങ്ങളിലൂടെ നമുക്ക് ലോകത്തെ അറിയുവാനുള്ള സാധ്യതകളുള്ളൂ. അപ്പൊ അതിൽ തന്നെ കണ്ണുകൾ കൊണ്ട് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ്, ഡേറ്റയാണ് നമുക്ക് ലോകത്തെക്കുറിച്ച് കൂടുതലായി തിരിച്ചറിയുന്നതിനുള്ള ഒരു മാർഗം. അപ്പൊ അതുകൊണ്ട് തന്നെ കാഴ്ചയുടെ മാധ്യമങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ ലോക ഗ്രാഹ്യത്തിനും നമ്മളുടെ ലോകത്തെ പരിചയപ്പെടുന്നതിനും ലോകത്തിൽ
എങ്ങനെയാണ് നാവിഗേറ്റ് ചെയ്യേണ്ടത്, ഈ കോംപ്ലക്സ് ആയിട്ടുള്ള റിയാലിറ്റിയെ എങ്ങനെ അതിൽ നീന്തി കടക്കണം എന്നുള്ള ഒരു കഥ പറഞ്ഞ് പഠിപ്പിക്കലും കൂടെയാണ് നമുക്ക് കലാപ്രവർത്തനം. അതിലാണ് സിനിമയും നാടകവും നോവലും എല്ലാം നമ്മെ പഠിപ്പിക്കുന്നതാണ്. നമുക്ക് ഈ റിയാലിറ്റി അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള മെയ്സ് ആണ്. അതൊരു പിന്നെ ഒരു വഴിക്ക് ചെന്നാൽ മറുവഴിയിലേക്കൊക്കെ ചാടി 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 അങ്ങനെ നമ്മൾ നട്ടം കറങ്ങി വഴിവിട്ട് നിൽക്കും. അപ്പൊ അത്തരം സന്നിഗ്ധ ഘട്ടങ്ങളിൽ നമ്മൾക്ക് വഴികാട്ടിയായി നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ സിനിമയും സംഗീതവും എല്ലാം ഇടപെടുന്നത്. അപ്പൊ ഈ കാഴ്ചയുടെ അതില് അതിന്റെ ഒരു പിന്നെ ശരാശരി ഏതാണ്ട് 70% നെർവ് കണക്ഷൻസ് ബ്രെയിനിൽ നിന്ന് കണ്ണിലേക്ക് മാത്രമാണ് പോകുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ണിനെ ബ്രെയിനിന്റെ പുറത്തേക്ക് കാണാവുന്ന ഒരു ഭാഗമായിട്ട് തന്നെ ചിലപ്പോൾ പലരും പറയും. അപ്പൊ ഈ കാഴ്ചശക്തി ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യ സമൂഹം ഇത്രത്തോളം വളർച്ച നേടുമായിരുന്നില്ല എന്നാണ് ക്രിസ്തുവിന് 500 വർഷം മുമ്പ് ജീവിച്ചിരുന്ന പ്ലേറ്റോ എന്ന തത്വചിന്തകൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ കണ്ണുകൾ കൊണ്ട് മാറി മാറി വരുന്ന ദിനരാത്രങ്ങളെയും നക്ഷത്രങ്ങളെയും ഒക്കെ കാണുവാൻ ഇടയായതാണ് മനുഷ്യൻ മറ്റ് തന്റെ ശാസ്ത്ര ചിന്തകളും ഒക്കെ വികസിപ്പിച്ചെടുക്കുന്നതിലേക്ക് നയിച്ചത്. അപ്പൊ അതുകൊണ്ട് ഈ കാഴ്ചയുടെ ലോകം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ പ്രത്യേകിച്ചും നമ്മളുടെ മുന്നേയൊക്കെയുള്ള കാലഘട്ടത്തിൽ കഴിഞ്ഞ മില്ലേനിയത്തിൽ പറഞ്ഞിരുന്നത് സിവിലൈസേഷന്റെ രൂപപ്പെടുത്തലിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് മിത്തോളജികൾക്കാണെന്നാണ്. അപ്പൊ അത് മാറിയിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ 21ാം നൂറ്റാണ്ടില് ഈ സിവിലൈസേഷനെ രൂപീകരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം ഇന്നുള്ളത് ഇമേജുകൾക്കാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മിത്തോളജി എന്ന പദത്തിന് തുല്യമായി ഇമേജുകളെ സംബന്ധിച്ച് ഇപ്പൊ ഇമേജോളജി എന്ന ഒരു പഠനശാഖ തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ അതിന്റെ വെളിച്ചത്തിൽ എങ്ങനെയാണ് ഈ ചിത്രങ്ങൾ, അത് നിശ്ചല ചിത്രങ്ങളും ഉണ്ട്, ചലനചിത്രങ്ങളും ഉണ്ട്. അപ്പൊ ആ ചിത്രങ്ങൾ എങ്ങനെയാണ് മനുഷ്യ സമുദായത്തെയും സിവിലൈസേഷനെയും ഒക്കെ പാകപ്പെടുത്തുന്നത്, സ്വാധീനിക്കുന്നത് എന്നുള്ള വലിയ പഠനങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ സിനിമാറ്റോഗ്രാഫിയെ പറ്റി പറയുമ്പോഴത്തേക്ക് നമുക്ക് തീർച്ചയായിട്ടും ആദ്യ കാലഘട്ടത്തിൽ ഇപ്പൊ ലൂമിയർ ബ്രദേഴ്സ് 100-120 വർഷം മുമ്പ് ഈ പിന്നെ സിനിമാറ്റോഗ്രാഫി കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് അന്ന് അവിടെ ക്യാമറമാൻ മാത്രമേ ഉള്ളൂ, ഡയറക്ടറിനൊന്നും ഒരാളില്ല. അന്ന് കൈകൊണ്ട് ചുറ്റുന്ന പിന്നെ ക്യാമറകളായിരുന്നു. ആ ക്യാമറകൾ കൃത്യമായ താളത്തിൽ ചുറ്റിയെടുക്കുക എന്നുള്ളതാണ് അന്നത്തെ ക്യാമറമാന്റെ ഏറ്റവും വലിയ കഴിവ്. അപ്പൊ അതിനോടൊപ്പം ഈ സൂര്യവെളിച്ചത്തെ ആധാരമാക്കിക്കൊണ്ട് തുറസായ പിന്നെ ചില ചിത്രീകരണങ്ങളാണ് അന്ന് ചെയ്തിരുന്നത്. പിന്നീട് അത് ചില ചെറിയ സ്റ്റുഡിയോ പോലെയൊക്കെ ഉണ്ടാക്കി അതിന്റെ അപ്പോഴും സൂര്യവെളിച്ചം കിട്ടത്തക്ക രീതിയിൽ അത് ചുറ്റുന്ന തരത്തിലാണ് അതിന്റെ നിർമ്മാണം. ഈ എഡിസന്റെ ആദ്യകാലത്തെ ഒരു സ്റ്റുഡിയോ ബ്ലാക്ക് മാരിയ എന്ന് പറയും. അപ്പൊ അതിന് പുറത്തൊക്കെ അവര് തുണിയിട്ടിട്ട് പിന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സൂര്യവെളിച്ചത്തെ ഒന്ന് മയപ്പെടുത്തി എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള സ്റ്റുഡിയോ സെറ്റുകളിലും പുറത്തും ഒക്കെ ആയിട്ടാണ്, പുറം ലോകത്തിലൊക്കെ ആയിട്ടാണ് ആദ്യത്തെ സിനിമകൾ ഉണ്ടായി വന്നത്. അത് ഫാക്ടറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ജോലി എടുക്കുന്നവരായാലും ഒരു കുഞ്ഞിനെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന അച്ഛനും അമ്മയും ആയാലും, അതല്ലെങ്കിൽ പൊളിച്ചു കളയുന്ന ഒരു മതിൽ, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ദൃശ്യങ്ങളാണ് ആ കാലഘട്ടത്തിൽ ചിത്രീകരിച്ചിരുന്നത്. പിന്നീട് ആർട്ടിഫിഷ്യൽ ലൈറ്റിന്റെ ഒക്കെ വരവോട് കൂടിയിട്ട് ഇത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഫിലിം നെഗറ്റീവുകളുടെ പിന്നെ ഘടനയിലുണ്ടായ മേന്മയും ഒക്കെ കൂടി ചേർന്നപ്പോഴത്തേക്ക് മികവുറ്റ രീതിയിൽ ലൈറ്റ് ചെയ്ത് പിന്നെ ചിത്രങ്ങളെ രൂപപ്പെടുത്താമെന്നുള്ള ഒരു അവസ്ഥയും ഉണ്ടായി. അപ്പൊ അപ്പോഴൊക്കെ പലപ്പോഴും പിന്നെ ഈ സിനിമാറ്റോഗ്രാഫേഴ്സ് അത് കൈകാര്യം ചെയ്തിരുന്ന വ്യക്തികൾ ആശ്രയിച്ചു പോന്നിട്ടുള്ള അതിനു മുമ്പുള്ള പിന്നെ പ്രസിദ്ധരായിട്ടുള്ള ചിത്രകാരന്മാരുടെ രചനകളെയാണ്.
അപ്പൊ അങ്ങനെയാണ് ഈ വെസ്റ്റേൺ ഫോട്ടോഗ്രാഫിയില് ഈ റെംബ്രാൻഡ് ലൈറ്റിംഗ് എന്നുള്ള ഒരു വാക്ക് തന്നെ ഉണ്ടാവാൻ ഇടയായിട്ടുള്ളത് അതുകൊണ്ടാണ്. അപ്പൊ ആ റെംബ്രാൻഡ് ചെയ്യുന്ന പോലെയുള്ള ലൈറ്റിംഗ് ചെയ്യുന്ന മുഖത്ത് അതിന്റെ മൂക്കിന്റെ ഷാഡോയും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ട്രയാങ്കുലർ എഫക്റ്റും കൂടെ വെച്ചിട്ടാണ് ഈ റെംബ്രാൻഡ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ റെംബ്രാൻഡിന്റെ ചിത്രങ്ങൾ ആസ്പദമാക്കിയിട്ടുള്ള ഒരു രീതി, അതേപോലെ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള സീനുകൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അപ്പോഴ് ഒട്ടുമിക്കവരും ആധാരമാക്കിയിട്ടുള്ളത് കറവാജിയോ എന്ന് പറയുന്ന ഒരു ചിത്രകാരന്റെ, ഇറ്റാലിയൻ ചിത്രകാരന്റെ ചിത്രങ്ങളാണ്. അപ്പൊ അത് നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങളുടെ സിറ്റുവേഷനുകളുടെ ചിത്രീകരണത്തിന് പലപ്പോഴും ആളുകൾ ആധാരമാക്കിയിട്ടുള്ളത് വെർമീർ എന്ന് പറയുന്ന ചിത്രകാരന്റെ ചിത്രങ്ങളാണ്. അപ്പൊ ഇങ്ങനെ നിരവധി ചിത്രകാരന്മാർ ഈ സിനിമാറ്റോഗ്രാഫേഴ്സിന് മുന്നേ തന്നെ ലൈറ്റിങ്ങിന്റെ വലിയ സാധ്യതകളെ കുറിച്ച് കണ്ടിട്ടുണ്ട്. അതില് ഇതിന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ഗലീലിയോയെ കുറിച്ച്, ശാസ്ത്രകാരനായിരുന്ന ഗലീലിയോയെ കുറിച്ച് ഒരു ചിത്രം ചെയ്യുവാനിടയായി, ജെയിംസ് ജോസഫ് എന്ന ഡയറക്ടർക്ക് വേണ്ടി. പക്ഷെ ആ ചിത്രം ചെയ്യുവാനായിട്ട് ആകെ ഉണ്ടായിരുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ എൽ ഷേപ്പിലുള്ള ഒരു ഫ്ലാറ്റ്, 2 ഫ്ലാറ്റുകൾ ചേർത്ത് വെച്ചിട്ട് ഒരു എൽ ഷേപ്പിൽ ഒരു പിന്നെ സെറ്റും, അതിൽ ഒരു സൈഡില് ഒരു ഡോറും ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ ഒരു വിൻഡോയും ഉണ്ട്. അപ്പൊ ആ തരത്തില് ഒരു സെറ്റ് വന്നപ്പോഴത്തേക്ക് അതില് ശരിക്കും പറഞ്ഞാൽ ചിത്രീകരണം സാധ്യമാവുന്ന തരത്തിലായിരുന്നില്ല. എങ്കിലും ഞാൻ അന്ന് അവലംബിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ആ സമയത്ത് ഇറ്റാലിയൻ ആ ഗലീലിയോ കാലഘട്ടത്തിലെ ഉണ്ടായിരുന്ന ഒരു പ്രതീതി ജനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ കരവാജിയോയുടെ ചിത്രങ്ങളെ അവലംബമാക്കിക്കൊണ്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിക്കൊണ്ട് ആ ചിത്രം ഷൂട്ട് ചെയ്യാനാണ് ഞാൻ ചെയ്തത്. അപ്പൊ അത് ഏതാണ്ട് ആ തരത്തിലുള്ള ഒരു കളർ ടോണുകൾ അവലംബിക്കുകയും ആ തരം പിന്നെ ലൈറ്റിങ്ങിന്റെ രീതികളിലും അങ്ങനെയുള്ള ഒരു ഇത് സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാൻ സാധിച്ചത്. ഓക്കെ, ഇത് ഈ ചിത്രമാണ് ശരിക്കും പറഞ്ഞാല് പിന്നെ അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഫ്രാൻസിസ് ഫോർഡ് കോപ്പളയുടെ ദ ഗോഡ് ഫാദർ എന്ന സിനിമയുടെ ലൈറ്റിങ്ങിന് ആധാരമാക്കിക്കൊണ്ട് എടുത്ത ഒരു ചിത്രം ഇതാണ്. അപ്പൊ ഇതില് നമ്മൾ പ്രധാന കഥാപാത്രം ക്രിസ്തു ഇവിടെ ഉണ്ട്. അപ്പൊ ആ ക്രിസ്തു ഷാഡോയിലാണ്. അങ്ങനെ ഒരു ലൈറ്റിംഗ് സ്കീം ഈ പിന്നെ മർലൻ ബ്രാൻഡോയുടെ ക്യാരക്ടറിന് കൊടുക്കാൻ ഇൻസ്പയർഡ് ആയിട്ടുള്ളത് ഈ ഒരു ചിത്രത്തിൽ, പെയിന്റിങ്ങിൽ നിന്നാണ്. അപ്പൊ ഇതില് കർവാക്കിയുടെ മറ്റ് ചിത്രങ്ങൾ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും, ഈ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ലോക്കി ലൈറ്റിങ്ങിൽ അദ്ദേഹം വളരെ പിന്നെ നന്നായി എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ബിബ്ലിക്കലായിട്ടുള്ള സന്ദർഭങ്ങളാണ് അദ്ദേഹത്തിന്റെ പല ചിത്രങ്ങളും. ഈ പിന്നെ പലതരത്തിലുള്ള യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റുകളും മുന്നേ പറഞ്ഞതുപോലെ എമൽഷൻസും ഒക്കെ ഫിലിം നെഗറ്റീവും എല്ലാം അതിന്റെ ഘടനാപരമായൊക്കെ മേന്മയായതോടുകൂടി നമുക്ക് നല്ല രീതിയിൽ സിനിമോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പം ആ തുടക്കകാലം തൊട്ട് തന്നെ 2 തരത്തിലുള്ള ലൈറ്റിംഗ് സങ്കേതങ്ങളാണ് സിനിമോട്ടോഗ്രാഫേഴ്സ് യൂസ് ചെയ്തിരുന്നത്. അതിലൊന്ന് മോട്ടിവേറ്റഡ് ലൈറ്റിംഗ് എന്ന് പറയും, നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റിംഗ്. അപ്പൊ അതൊരു വിൻഡോയുടെ അടുത്ത് ഒരാൾ നിൽക്കുകയാണെങ്കിൽ ആ വിൻഡോയാണ് സോഴ്സ് എന്ന് കണ്ടുകൊണ്ട് ആ വിൻഡോയിൽ നിന്ന് വരുന്ന സോഫ്റ്റ് ആയിട്ടുള്ള സ്കൈലൈറ്റിനെ പോലെ പിന്നെ എഫക്റ്റിൽ സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് ഉപയോഗിച്ചിട്ടായിരിക്കും ആ ചിത്രം ലൈറ്റ് ചെയ്യുക, ആ സീൻ ലൈറ്റ് ചെയ്യുക. അതേസമയം
പിക്ടോറിയൽ ലൈറ്റിംഗ് എന്നുള്ള രണ്ടാമത്തെ ഒരു പിന്നെ രീതിയുമുണ്ട്. പിക്ടോറിയൽ ലൈറ്റിങ്ങിന്റെ ഇതെന്ന് പറഞ്ഞാല് അതില് അതിന്റെ സോഴ്സ് എവിടെയാണെന്നോ അതിന്റെ റിയലിസമോ ഒന്നും അവർ നോക്കുന്നില്ല. ഓരോ സീനും ഓരോ ഷോട്ടും എത്രത്തോളം ലൈറ്റിന്റെ ഉപയോഗം കൊണ്ട് പകിട്ടുള്ളതാക്കാം എന്നുള്ള കാര്യം മാത്രമാണ് അവര് നോക്കുന്നത്. അപ്പോ ആ തരത്തില് ഇങ്ങനെ രണ്ട് തരത്തിലുള്ള ലൈറ്റിംഗ് രീതികളാണ് ആദ്യകാലം തൊട്ട് സിനിമാറ്റോഗ്രാഫിയിൽ പ്രാക്ടീസ് ചെയ്തു പോന്നിട്ടുള്ളത്. പിക്ടോറിയൽ ലൈറ്റിങ്ങും മോട്ടിവേറ്റഡ് ലൈറ്റിംഗ് അല്ലെങ്കിൽ സോഴ്സ് ലൈറ്റിംഗ് എന്ന് പറയുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള ലൈറ്റിംഗ്. അപ്പൊ ഇതിന്റെ ഒരു പ്രധാന കാരണം തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള ഞാൻ റെംബ്രാൻഡിന്റെ ചിത്രങ്ങൾ ഈ കൂടെ കാണിക്കുന്നില്ല, പലരും മുന്നേ തന്നെ കണ്ടിട്ടുള്ളതായിരിക്കും. പക്ഷെ നിങ്ങള് സമയം കിട്ടുമ്പോഴത്തേക്ക് വെർമീറിന്റെ ഈ സിനിമാറ്റോഗ്രാഫിയിൽ താല്പര്യമുള്ളവരാണെങ്കിൽ വെർമീറിന്റെ ചിത്രങ്ങളും എടുത്ത് കാണണം. അപ്പൊ ഈ വെർമീറിന്റെ ചിത്രങ്ങൾ വളരെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള യൂസ് ലൈറ്റിന്റെ തന്നെ ക്വാളിറ്റിയിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള യൂസ് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. ഇപ്പൊ ഈ ചിത്രം തന്നെ എടുത്താല് ഇത് തീർച്ചയായിട്ടും ഒരു മോട്ടിവേറ്റഡ് ലൈറ്റിംഗ് ആണ്. ഒരുപക്ഷെ ഇവിടെ എവിടെയോ ഉള്ള ഒരു വിൻഡോയിൽ നിന്ന് വരുന്ന ഒരു ഷാഫ്റ്റ് ഓഫ് സൺലൈറ്റ് ആണ് ഈ മുറിക്കുള്ളിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പൊ അത് ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് ഈ ലൈറ്റ് സോഴ്സിന് അടുത്തുള്ള ആളിലാണ് അത് ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് അടിക്കുക. ഇങ്ങോട്ട് വരുന്നോറും അതിന്റെ ബ്രൈറ്റ്നസ് ലെവലിൽ വ്യത്യാസമുണ്ട്. ഈ ആളുടെ മുഖത്ത് അടിക്കുന്നത് പോലെ അല്ല ഇവിടെയുള്ള ആളുടെ മുഖത്ത് ആ ലൈറ്റ് അടിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ ശാസ്ത്രീയമായി ലൈറ്റ് എങ്ങനെയാണോ റിയലിസ്റ്റിക് ആയി ബിഹേവ് ചെയ്യുക അതനുസരിച്ചിട്ടാണ് ആ ചിത്രകാരന് അതിനെ വരച്ചിരിക്കുന്നത്. നമ്മള് ഒരു ക്യാമറയുടെ മുന്നിൽ ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ ഫോളോ ഓഫ് വരും. അത് ഇൻവേർട്ട് സ്ക്വയർ ലോ അനുസരിച്ചിട്ടായിരിക്കും അതിന്റെ വ്യത്യാസം വരിക. അപ്പോ നമുക്കിതൊരു പോയിന്റ് സോഴ്സ് ആണ് ഈ ലൈറ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ. അതിന്റെ ഒരു കാരണം ഇതില് നമ്മൾ ഈ കാണുന്ന ഷാഡോയുടെ രീതി കണ്ടുകൊണ്ടാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക. ഷാർപ്പായിട്ടുള്ള എഡ്ജാണ് ആ ഷാഡോയ്ക്കുള്ളത്. അങ്ങനെ ഷാർപ്പ് എഡ്ജസ് വന്നാൽ അതിന്റെ അർത്ഥം അതൊരു പോയിന്റ് സോഴ്സിൽ നിന്നാണ് പുറപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഏറ്റവും ഇപ്പൊ നമ്മളുടെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം സൂര്യപ്രകാശത്തില് ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റിൽ നമ്മളുടെ ഷാഡോ നിലത്ത് വീണിരിക്കുന്ന വളരെ ഷാർപ്പ് എഡ്ജ് ഉള്ളതായിരിക്കും. അപ്പൊ അതൊരു പോയിന്റ് സോഴ്സിൽ നിന്നായിരിക്കും വരിക. ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള ലൈറ്റിങ് അത് വരുന്നത് പലപ്പോഴും വളരെ വിസ്തൃതിയുള്ള ഒരു പ്രതലത്തിൽ നിന്നായിരിക്കും. അത് ഒന്നുകിൽ സൂര്യനെ തന്നെ എങ്ങനെയാണോ ഒരു വെള്ള ക്ലൗഡ് വന്ന് മറയ്ക്കുകയാണെങ്കിൽ അതൊരു വളരെ ഷാഡോലെസ് ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് നമുക്ക് ഉണ്ടാക്കി തരും നാച്ചുറൽ ആയിട്ട്. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകളെ ഒരു വെളുത്ത പ്രതലത്തിലേക്ക് ബൗൺസ് ചെയ്തുകൊണ്ട് ആ തിരിച്ചു വരുന്ന ലൈറ്റ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നേച്ചർ ഉണ്ടായിരിക്കും. അതും അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ട്രേസിംഗ് ഷീറ്റോ പോലെയുള്ള ഡിഫ്യൂസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പോയിന്റ് സോഴ്സിന്റെ മുന്നിൽ ഈ ഡിഫ്യൂസേഴ്സ് പിടിപ്പിക്കുകയാണെങ്കിൽ ആ ഡിഫ്യൂസറിലൂടെ കടന്നു വരുന്ന ലൈറ്റും നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് കിട്ടും. അപ്പം ഈ രണ്ട് തരത്തിലുള്ള മെത്തേഡ് ഉണ്ട്. അതൊന്ന് പിക്ടോറിയൽ ലൈറ്റിങ്ങും ഒന്ന് നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള മോട്ടിവേറ്റഡ് ലൈറ്റിങ്ങും. ഇതിൽ തന്നെ നമുക്ക് ലൈറ്റിന്റെ ക്വാളിറ്റിയിൽ പ്രധാനമായ രണ്ട് തരം ക്വാളിറ്റി ഇതുപോലെ ഷാർപ്പായിട്ടുള്ള പോയിന്റഡ് സോഴ്സിൽ നിന്നുണ്ടാകുന്ന വെളിച്ചവും ഡിഫ്യൂസ്ഡ് ആയിട്ട് വരുന്ന ലൈറ്റും ഉണ്ട്. ഈ സ്ട്രോങ് ആയിട്ടുള്ള ഹാർഡ് ലൈറ്റിന് ഇത് ഹാർഡ് ലൈറ്റാണ്. ആ ഹാർഡ് ലൈറ്റിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാല് അത് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഈ വസ്ത്രങ്ങളുടെയൊക്കെ ടെക്സ്ചറുകൾ അല്ലെങ്കിൽ ഈ ഭിത്തിയിലെ ടെക്സ്ചർ ഇതെല്ലാം ഈ മുടികളുടെ ടെക്സ്ചർ അതുപോലെയുള്ള ടെക്സ്ചറൽ ക്വാളിറ്റീസ് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് കൊണ്ടുവരുവാൻ സഹായിക്കുന്നത് ഹാർഡ് ലൈറ്റ് ആയിരിക്കും. അതേ സമയം
നമ്മള് സാധാരണഗതിയിൽ മലയാള സിനിമയിൽ യൂസ് ചെയ്യുന്ന ഹാർഡ് ലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ അതിന്റെ ലൈറ്റ് ബീമിനെ ഫോക്കസ് ചെയ്യാവുന്ന സംവിധാനം കൂടെയുള്ള ഫ്രെണൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന ലൈറ്റ് ബേബി എന്ന് പറയും. അത് 1 kW ഉണ്ട്, 750 ഉണ്ടാകാം. പിന്നെ ജൂനിയർ എന്ന് പറയുന്ന ഒരു ലൈറ്റ് ഉണ്ട്, അത് 2 kW ആണ് അതിന്റെ പവർ. അത് അല്ലെങ്കിൽ പിന്നെ HMI ഡേ ലൈറ്റിന് സമാനമായിട്ടുള്ള HMI ലൈറ്റുകളുണ്ട്. ആ HMI ലൈറ്റുകൾ 2.5, 4 kW, 12 kW, 18 kW എന്ന് പറഞ്ഞ് വളരെ വലിയ സീനുകളിൽ യൂസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഹൈ പവർ ഉള്ള ലൈറ്റുകളും ഉണ്ട്. അപ്പൊ ഈ ലൈറ്റിംഗ്, ഈ ഇത്തരത്തിലുള്ള ലൈറ്റുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ നടത്തുന്ന സീനിന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇടപെടലിന് ഈ പറഞ്ഞ പോലെ വ്യത്യസ്തമായിട്ടുള്ള മറ്റു രണ്ട് ടെർമിനോളജി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് ലോ കീ ലൈറ്റിംഗ് എന്നും ഹൈ കീ ലൈറ്റിംഗ് എന്നുമാണ്. ഇപ്പൊ ലോ കീ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് കൂടുതലും ബേസിക്കലി പിന്നെ ഹ്യൂമൻ ഫിഗേഴ്സ് ആയിരിക്കും ഈ ഷോട്ടിലെ പ്രധാന വസ്തുക്കൾ. അപ്പൊ ആ ഹ്യൂമൻ ഫിഗറിനെ ഏത് രീതിയിലാണ് ലൈറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലാണ് ഈ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ലോ കീ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ ചിത്രത്തിലേതുപോലെയാണ്. എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം വളരെ ഡാർക്കർ ആയിരിക്കും, ഫേസിൽ തന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വശവും മറുവശത്തുള്ള ഷാഡോയില് അധികം ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് കാണാൻ പറ്റാത്ത തരത്തിലുള്ള രീതിയിലായിരിക്കും ലോ കീ ലൈറ്റിംഗ് വരിക. അതിലെ പിന്നെ ഈ കീ ലൈറ്റിന്റെയും ഈ ഷാഡോ സൈഡിലുള്ള ഫിൽ ലൈറ്റിന്റെയും റേഷ്യോസ് കൂടുതലായിരിക്കും. 6:1 8:1 എന്നൊക്കെയുള്ള റേഷ്യോയിലായിരിക്കും അത് വരിക. അതേസമയം ഹൈ കീ ലൈറ്റിംഗ് എന്ന് പറയുന്നിടത്ത് നമ്മൾ ഇതുപോലെ ഡാർക്കർ ഏരിയാസ് ഉണ്ടാവില്ല. അതിൽ കൂടുതലും പിന്നെ ബ്രൈറ്റർ ആയിട്ടുള്ള ടോണാലിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ പിന്നെ ടോണാലിറ്റി പിന്നെ ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു ഇമേജ് ആണെങ്കിൽ അതിനെ ഹൈ കീ ലൈറ്റിംഗ് എന്ന് പറയും. അപ്പൊ അത് ഈ നമ്മൾ അതിന്റെ മൂഡ് അനുസരിച്ചിട്ടാണ് ആ ലോ കീ ലൈറ്റിംഗ് ആണോ അതിൽ ആ സീനിന് വേണ്ടത്, ഒരു ഹൈ കീ ലൈറ്റിംഗ് ആണോ. പിന്നെ സമയം, ഒരു ദിവസത്തിന്റെ ഏർലി മോർണിംഗ് ആണെങ്കിൽ അത് നമ്മൾ വേറെ ഒരു പ്രത്യേക രീതിയിലായിരിക്കും ചെയ്യുക. മിഡ് ഡേ സീൻ ആണെങ്കിൽ അത് വേറൊരു വീടിനകത്തായാലും ഒരു മിഡ് ഡേ രംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ജനലുകളൊക്കെ ഉള്ള ഒരു വീടാണെങ്കിൽ നല്ല വെളിച്ചമുള്ളതായിരിക്കും. ലേറ്റ് ഈവനിങ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു വശത്ത് നിന്ന്, കേരളത്തിലാണെങ്കിൽ പടിഞ്ഞാറ് നിന്നുള്ള ജനലിൽ കൂടെ വരുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള വാം ലൈറ്റും അതും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു ലൈറ്റ് ആയിരിക്കും അതിലേക്ക് വരിക. അപ്പൊ ആ തരത്തില് ഈ ലൈറ്റിങ്ങിനെ നമുക്ക് അതിന്റെ പദ്ധതികൾ അനുസരിച്ചിട്ട് പിക്ടോറിയൽ ലൈറ്റിംഗ് എന്നും മോട്ടിവേറ്റഡ് ലൈറ്റിംഗ് എന്ന് തിരിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ലൈറ്റിന്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട് അതിനെ ഹാർഡ് ലൈറ്റ് എന്നും സോഫ്റ്റ് ലൈറ്റ് എന്നും പറയാം. ഹാർഡ് ലൈറ്റ് ഒരു പോയിന്റ് സോഴ്സിൽ നിന്നായിരിക്കും, അത് ഷാർപ്പ് ഷാഡോസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. സോഫ്റ്റ് ലൈറ്റ് ഒരു ബൗൺസ് ചെയ്ത ലൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫ്യൂസ് ചെയ്ത ലൈറ്റ് ആയിരിക്കും. അത് വളരെ സ്കാറ്റേർഡ് ആയിരിക്കും, പല ഡയറക്ഷനിലായിരിക്കും ആ ലൈറ്റ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സോഫ്റ്റ് ലൈറ്റ്സ് ഒരു എൻവലപ്പിംഗ് ഫീല് ഉണ്ടാവും. ഈ ഹാർഡ് ലൈറ്റിന്റെ ഷാഡോയുടെ ഇത്തരം ഷാർപ്പായിട്ടുള്ള എഡ്ജുകൾ എൻ്റെ സിനിമയിൽ നിന്നുള്ള ചില ഇതെടുത്തിട്ട് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാം. ഇത് ഡിനോവ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഞാൻ ചെയ്തിട്ടുള്ള സ്വാബ്രി എന്ന് പറയുന്ന ഡയറക്ടർ, അദ്ദേഹത്തിന്റെ അതിനോട് ഉള്ള ഒരു ചില സ്റ്റില്ലുകളാണ്. അപ്പൊ അത് ഇന്നത്തെ പോലെ ഒരു 10-11 വർഷം മുമ്പ് ചെയ്തതാണ്. വളരെ ലോ ക്വാളിറ്റി എന്ന് പറഞ്ഞ റെസൊല്യൂഷനൊക്കെ അന്ന് HDV ക്യാമറയിൽ, HDV ടേപ്പിൽ ചെയ്ത 1/4 ഇഞ്ച് ടേപ്പില് 1200 ലൈൻ പോലും ഇല്ല.
അപ്പം പക്ഷേ അത് നമ്മളതിന്റെ ലൈറ്റിങ്ങിലും ഇതിലും നമ്മൾ ഇതിന്റെ റെസൊല്യൂഷനുമായിട്ട് ബന്ധമില്ല ലൈറ്റിങ്ങിന്. ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം, നേരത്തെ കണ്ട കർവാജിയുടെ ചിത്രത്തിൽ കണ്ട പോലെയുള്ള സ്ട്രോങ് ലൈറ്റ് അല്ല ഇവിടെ വീഴുന്നത്. അപ്പം പിന്നെ ഇത് കുറച്ചുകൂടെ ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റർ ആണ്. ഈ ഷാഡോ നോക്കിയാൽ അറിയാം, സോഫ്റ്റർ ലൈറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതില് ഒരു ഫേസിന്റെ ഏതാണ്ട് ഇത് ഹാഫ് ലൈറ്റിംഗ് എന്ന് പറയും. ഫേസുമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഫേസ് ഇങ്ങോട്ട് ഇത്തിരി തിരിഞ്ഞാൽ അത് റെംബ്രാൻഡ് പോലെ ഇവിടെ ആ ലൈറ്റ് വരും, റെംബ്രാൻഡ് ലൈറ്റിംഗ് പോലെ. അപ്പം ഈ ഒരു ലുക്കിലാണ് അത് ഹാഫ് ലിറ്റ് ആയിട്ട് ഫേസ് വരുന്നത്. അപ്പൊ ഇവിടെ ഒരു കീ ലൈറ്റ് ഉണ്ട്. അപ്പൊ ഈ കീ ലൈറ്റിൽ നിന്നുള്ള ലൈറ്റ് നമ്മള് പിന്നെ ഐ ആം യൂസിങ് ഇപ്പൊ LED ലൈറ്റുകളാണ്. അതിന്റെ ഒപ്പം വളരെ പ്രചാരത്തിലുള്ള മറ്റ് ഒരു ലൈറ്റിംഗ് സംവിധാനമാണ് ട്യൂബ് ലൈറ്റുകൾ. അത് പിന്നെ കിനോഫ്ലോ എന്ന് പറയുന്ന കമ്പനിയാണ് അത് വളരെ പ്രചാരത്തിലാക്കിയത്. അപ്പൊ ഒരു കിനോഫ്ലോ ലൈറ്റാണ് ഞാൻ ഇത് യൂസ് ചെയ്തിരിക്കുന്നത്, ആ സോഫ്റ്റ് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് എന്നിട്ട് അതിനെ വീണ്ടും ഒരു ട്രേസിംഗ് ഷീറ്റ് വെച്ചിട്ട് ഡിഫ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഫിൽ ലൈറ്റ് മറ്റൊരു ചെറിയ ഹാർഡ് ലൈറ്റ് വലിയൊരു തെർമോക്കോളിൽ ബൗൺസ് ചെയ്തിരിക്കുകയാണ്. കാരണം അത് കുറച്ചൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ടിലേക്കും കൂടെ വരികയാണെങ്കിൽ നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ടും കിട്ടും. പക്ഷെ ഇതിന്റെ റേഷ്യോസ്, ബാക്ക്ഗ്രൗണ്ടിൽ എത്ര ലൈറ്റ് വേണം, പിന്നെ നമ്മൾ ഇത് എങ്ങനെ ഇത് തമ്മിലുള്ള അനുപാതം, ബാക്ക്ഗ്രൗണ്ടും ഈ ക്യാരക്ടറുമായിട്ടുള്ള അനുപാതങ്ങളും ഒക്കെ പിന്നെ ലൈറ്റിങ്ങിന്റെ മൂഡിനെ നിശ്ചയിക്കുന്നതിൽ വളരെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ ഇവിടെ ഈ ഒരു ലൈറ്റും ഈ ബൗൺസ് ചെയ്തിട്ടുള്ള ഫിൽ ലൈറ്റും ഒരു ബേബി ലൈറ്റ് ആണ് മേലേന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹാർഡ് ആയിട്ടുള്ള ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഫേസിന്റെ ഒരു ഭാഗത്തും ഷോൾഡറിന് മേലെയും വന്ന് വീഴുന്നുണ്ട്. അത് ആ സെപ്പറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ലൈറ്റ് അവിടെ ഇല്ലെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഈ ക്യാരക്ടറിന് ഒരു സെപ്പറേഷൻ കിട്ടൂല. ഇവിടെ നമുക്ക് അത് കാണാം. ഇവിടെ അത് അത്രത്തോളം സെപ്പറേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല. ഈ സൈഡിൽ പക്ഷേ നമുക്കത് സെപ്പറേഷൻ നന്നായിട്ട് കിട്ടും. സോ ഒരു 3 ഡയമെൻഷണൽ ഡെപ്ത് ഫീലിംഗ് ഉണ്ടാക്കാനും അത് സഹായകരമാകും. അന്നത്തെ കാലത്ത് ഈ 11 വർഷം മുമ്പൊക്കെ ഒരു വീഡിയോയിൽ ഷൂട്ട് ചെയ്താൽ ഇതുപോലെ ചെയ്തെടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം ഈ ഹൈലൈറ്റ്, ഇതിപ്പോ സൺലൈറ്റ് തന്നെയാണ് ഈ ബാക്കിൽ കിടക്കുന്നത്, ഈ ഷാഡോ കണ്ടാൽ അറിയാം. അപ്പൊ ഈ സൺലൈറ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അന്നത്തെ ഒരു ക്യാമറയിലൊക്കെ ഒരു 4.5 സ്റ്റോപ്പിന്റെ ക്യാമറ യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം. നമ്മൾ എക്സ്പോഷറിന്റെ ലാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് പറയുന്നത്. അത് ഒരു 5 സ്റ്റോപ്പിനുള്ളിലൊക്കെ നിൽക്കും. ഇപ്പോഴത്തെ ക്യാമറകൾക്ക് ഒരു 10 സ്റ്റോപ്പ് വരെയൊക്കെ പോകും. അന്നത് പറ്റുമായിരുന്നില്ല. അപ്പം ഇത്തരം സന്ദർഭത്തിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാല്, ഇവിടെ ഇതിന് വേണ്ടിയിട്ട് ഹൈലൈറ്റിന് വേണ്ടിയിട്ട് അത് ബേൺ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ എക്സ്പോസ് ചെയ്യുന്നതുകൊണ്ട് ഷാഡോ ഏരിയ എല്ലാം വളരെ ഡാർക്കായി പോകും. അപ്പൊ അത് പിന്നെ ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ട് ലൈറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫീല് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇത് കണ്ടു കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഈ ഡാർക്കറായി പോയ ഷാഡോ ഏരിയയെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു 4 HMI ലൈറ്റ്, 2.5 kW പവറുള്ള 4 HMI ലൈറ്റ് ബൗൺസ് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്കത് നാച്ചുറൽ ആയിട്ട് തന്നെ അത് കാണാൻ പറ്റുന്നത്. ഇത് വേറൊരു ഉദാഹരണം. നമ്മൾ സാധാരണ വീഡിയോ ആണോ എന്ന് അറിയുന്ന പെട്ടെന്ന് ഇതുപോലെയുള്ള ഹൈലൈറ്റ് ഏരിയാസ് ബേൺ ഔട്ട് ചെയ്തു പോകും. അന്നത്തെ ഇതിൽ ഷൂട്ട് ചെയ്യുക ഇന്നും അത് പ്രശ്നമാണ്. അപ്പൊ അത് ഞാൻ ഇതിനെ ഒരു പിന്നെ എന്നാ അത് പൂർണ്ണമായിട്ടും പിന്നെ നമ്മൾ അതിനു വേണ്ടി എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ന്യൂട്രൽ ടോണാലിറ്റിയിലേക്ക് പോകും. ബ്രൈറ്റ് ആയിട്ട് ലൈറ്റ് ആണെന്ന് ഫീൽ ചെയ്യും വേണം. അപ്പൊ അതിനെ ഒരു സ്റ്റോപ്പ് മേലെ നിർത്തി കിട്ടത്തക്ക രീതിയിൽ എക്സ്പോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെയും പിന്നെ ഒരുപാട് ഫിൽ ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് അത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്.
സാധാരണഗതിയിൽ വീഡിയോയിൽ ഇങ്ങനെ ഒരു ഷോട്ട് എടുത്തു കഴിഞ്ഞാല് ഇപ്പൊ ഈ കാറിന്റെ ഹെഡ്ലൈറ്റ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ബേൺ ഔട്ട് ചെയ്തു പോകും വീഡിയോയില്. ഇത് ഞാൻ മറ്റൊരു കാറിൽ ഇരുന്നിട്ട് കാറ് അത് കാറിലിരുന്ന് പുറകോട്ട് ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം അതില് വേറൊരു ഇത് വ്യത്യാസം എന്ന് പറഞ്ഞാല് ഈ ക്യാരക്ടറിന്റെ ഇവരിലേക്ക് വന്ന് വീഴുന്ന വെളിച്ചം അതൊരു ആംബിയന്റ് ആയിട്ട് റോഡിലുള്ള വെളിച്ചമായിട്ട് നമുക്ക് തോന്നുള്ളൂ. പക്ഷെ അത് ഈ ഞാൻ ഇരിക്കുന്ന കാറിന്റെ ഹെഡ്ലൈറ്റിലെ വെളിച്ചമാണ്. അപ്പൊ ആ കാറിന്റെ ഹെഡ്ലൈറ്റ് സോഫ്റ്റ് ടിഷ്യൂസ് ഇട്ടിട്ട് ബട്ടർ പേപ്പറോ ഗേറ്റ് വേ ഷീറ്റോ എന്തോ ആയിരുന്നു അത് ഇട്ടിട്ട് അത് ഡിഫ്യൂസ് ചെയ്തിട്ട് ആ ലൈറ്റാണ് ഇങ്ങിലേക്ക് വീഴുന്നത്. അത് കാർ എന്നിട്ട് തിരിച്ച് ബാക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഞാനിരിക്കുന്ന വണ്ടി റിവേഴ്സിലാണ് ഓടുന്നത്. ഈ ഹെഡ് ലാമ്പുകളുടെ ഇതിലാണെങ്കിൽ നമ്മള് ND ഫിൽറ്റേഴ്സ് ഒട്ടിച്ചിട്ടുണ്ട്. അത് ഈ ഹെഡ്ലൈറ്റ് ബേൺ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ND ഫിൽറ്റേഴ്സ് ഒട്ടിച്ചിരിക്കുന്നത്. അതൊരു ചിത്രത്തിൽ ഇതിങ്ങനെ പെട്ടെന്ന് ഒരു ഷോട്ട് വന്നു പോകുമ്പോഴത്തേക്ക് അതാരും ശ്രദ്ധിക്കൂല. ഇവിടെ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. പക്ഷെ ആ ഷോട്ടിൽ വരുമ്പോഴത്തേക്ക് അത് കാണാൻ പറ്റില്ല. അങ്ങനെ ഇപ്പൊ നമ്മളുടെ ബാക്കിയുള്ള ഈ ലൈറ്റും റോഡിലെ ലൈറ്റൊക്കെ അവൈലബിൾ ലൈറ്റ് തന്നെ. ഇത് പിന്നെ വളരെ സമയമെടുത്ത് ലൈറ്റ് ചെയ്തതാണ്. കാര്യം സാധാരണഗതിയിൽ ഇതുപോലെ ഒരു ഇതുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ടേബിൾ ലാമ്പ് ഷെയ്ഡ് ഉണ്ടെങ്കിൽ അത് ബേൺ ചെയ്ത് പോകും. അതിന്റെ ഡീറ്റെയിലോ അതിന്റെ കളറൊന്നും കിട്ടാൻ പറ്റൂല. ഇത് മാത്രം നമ്മൾ അതൊരു ഫാനിന്റെ പിന്നെ ഡിമ്മറിലേക്ക് അതിന്റെ ഡിമ്മറിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വോൾട്ടേജ് അതിലേക്ക് കുറച്ചിട്ട് നമുക്ക് വേണ്ടതനുസരിച്ചിട്ട് അത് ക്രമീകരിച്ചിരിക്കുകയാണ്. ഇവിടെ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഒരു കീ ലൈറ്റ് ഉണ്ട്, ഇവർക്ക് രണ്ടുപേർക്കും കിട്ടത്തക്ക രീതിയിൽ. പിന്നെ ഒരു ഫിൽ ലൈറ്റും ഈ ഏരിയയിൽ ഈ പൂവിന് വേണ്ടി മാത്രം നമ്മളൊരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള എവിടെ നിന്നോ വരുന്നത് മാതിരി ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം ഇത് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എത്രത്തോളം ഇത് ലൈറ്റിങ്ങിനെ വെക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. ആ ലൈറ്റ് എവിടേക്കാണോ വീഴണമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ഭാഗത്തേക്ക് മാത്രം വീഴുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ അങ്ങനെ കൺട്രോൾ ചെയ്യണം. എല്ലാ ലൈറ്റും ആ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് മാത്രമേ പോകാവുള്ളൂ. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ ഒരുപാട് കട്ടേഴ്സും ഫ്ലാഗുകളും ഒക്കെ വെച്ച് ഈ ലൈറ്റ് സ്പില്ല് ചെയ്യാതെ കൺട്രോൾ ചെയ്തെടുക്കുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ലൈറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന്റെ ഇപ്പൊ ഈ അടുത്തൊരു ഷോട്ടാണ് വളരെ എലാബറേറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റിംഗ് ചെയ്ത ഒരു സീനാണിത്. ഇവിടെയുള്ള ഈ കിണറിന്റെ ഇതിട്ടിരിക്കുന്ന കപ്പിയിട്ടിരിക്കുന്ന ഈ തൂണും അത് കരിങ്കല്ലാണ്. അതിന്റെ ടെക്സ്ചറും ഒക്കെ നമുക്ക് കാണാം. ഇവിടെയുള്ള ചെടികളും ഇരിക്കുന്ന ആളും അവരുടെ ബാക്ക്ഗ്രൗണ്ടിന്റെ ഇത് മുറി ഉള്ളിലേക്കുള്ളതും ഇപ്പുറത്തുള്ള മുറി എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും കുറച്ച് സമയമെടുത്ത് ലൈറ്റ് ചെയ്തതാണ്. അതിന്റെ ക്ലോസപ്പിലേക്ക് വരുമ്പോൾ നാച്ചുറലി വി വിൽ സി മച്ച് മോർ ഡീറ്റെയിൽ ഓൺ ദി ക്യാരക്ടർ. ആൻഡ് ഇത് ഏതാണ്ട് റെംബ്രാൻഡ് ലൈറ്റിങ്ങിന്റെ മാതിരിയാണ്. ഇപ്പം ഇവിടെ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ ഈ ലൈറ്റ് വന്ന് വീഴും. അത് അങ്ങനെ കിട്ടിയിരിക്കുന്നത് ഒരു ബാക്ക് ലൈറ്റ് ഫുള്ളായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് സെപ്പറേറ്റ് ചെയ്യുന്നു ക്യാരക്ടറിനെ. ഈ ക്യാരക്ടറിലേക്കും അത് കുറച്ച് വന്ന് വീഴും. എങ്കിൽ മാത്രമേ ആ സെപ്പറേഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോയിൽ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ആക്ച്വലി എഡിറ്റിംഗ് മെഷീനിലേക്ക് എടുത്ത ലോ റെസൊല്യൂഷൻ ഇമേജ് ആണ് കേട്ടോ. ഇതിന്റെ പിന്നെ ഓൾമോസ്റ്റ് എല്ലാ വൈറ്റ് ബാലൻസിങ്ങും കളർ കറക്ഷനും ഒക്കെ ഞാൻ പിന്നെ ക്യാമറയിൽ തന്നെ ചെയ്തിട്ടാണ് ഇത് കൊടുത്തിരുന്നത്. ഇപ്പം ഈ ബാക്കിലുള്ള ഈ ലൈറ്റ് ഈ കർട്ടനിൽ ഈ പിന്നെ വെനീഷ്യൻ ബ്ലൈൻഡിൽ വന്ന് വീഴുന്ന ലൈറ്റ് 2 സ്റ്റോപ്പ് ഓവറാണ്. അപ്പൊ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ആ ഡീറ്റെയിൽ നഷ്ടപ്പെടും. യു ക്യാൻ സ്റ്റിൽ സീ ദി ഈച്ച് എലമെന്റ് ഹിയർ. അത് അതിന്റെ ഒറിജിനലിൽ ഇത് കുറച്ചുകൂടെ നന്നായിട്ട് കാണാം. അപ്പം ഇതില് പിന്നെ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫിലിമിന്റെയോ അല്ലെങ്കിൽ സെൻസറിന്റെയോ
ഡൈനാമിക് റേഞ്ച് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത്തരത്തില് ലൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആർട്ട് ഡയറക്ഷനും വലിയൊരു പങ്കുണ്ട്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പെയിന്റിന്റെ നിറം, അതിലുപയോഗിക്കുന്ന വസ്ത്രങ്ങള്, അത്തരം കാര്യങ്ങളും നമ്മൾ പ്രയോഗിക്കുന്ന ലൈറ്റിങ്ങിനെ ഹെൽപ്പ് ചെയ്യും. ഇത് കംപ്ലീറ്റ്ലി അവൈലബിൾ ആയിട്ടില് നമ്മളൊരു ക്രെയിൻ ഷോട്ട് ആണ്. അതിങ്ങനെ താഴോട്ട് വരും, ഇവര് നടന്ന് മുന്നോട്ട് വരും. പക്ഷെ ഈ ഒരു ഭാഗത്തുനിന്ന് പിന്നെ വളരെ സ്ട്രോങ് ആയിട്ട് 2 റിഫ്ലക്ടർ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അവരുടെ ആ ദൂരെയുള്ള ഏരിയയിൽ ഫേസിന്റെ കുറച്ച് ഡീറ്റെയിൽ കിട്ടാൻ വേണ്ടിയാണ്. അത് അത്രയും ദൂരെ ആയതുകൊണ്ട് നമുക്കത് വളരെ കുഴപ്പമായിട്ട് തോന്നൂല. അത് ഒബ്വിയസ്ലി ദർ ഇസ് എ ഡിഫ്യൂസ്ഡ് ആംബിയൻ ലൈറ്റ്. അതിന്റെ കൂടെ ഒരു ചെറിയ ഫില്ല് ഈ ലൈറ്റ് ചെല്ലുമ്പോഴത്തേക്ക് അത് പിന്നെ ഇറ്റ് ഗീവ്സ് സം ഡീറ്റെയിൽ ഓൺ ദ ഫേസ്. സി ദിസ് ഈസ് ഹൗ ലൈറ്റിംഗ് കംസ്. ഇതൊരു സെറ്റിലാണ്, ഒരു നമ്മളുടെ റിസോർട്ട്, ഒരു കടൽ തീരത്തുള്ള ഒരു റിസോർട്ടിലെ രാത്രി ആണ് ഈ രംഗം എന്നാണ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ ഈ സെറ്റ് ഇട്ടിരിക്കുന്നത് ഒരു വലിയ ബിൽഡിങ്ങിന്റെ താഴെയുള്ള കാർ പാർക്ക് ഏരിയയിലാണ് ഈ റിസോർട്ട് ഹോട്ടൽ മുറിയുടെ സെറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ഇങ്ങനെ നൈറ്റിന്റെ എഫക്റ്റിലേക്ക് നമ്മൾ വരിക? അപ്പൊ അവിടെയാണ് നമ്മൾ ലൈറ്റ്, ഇത് ആ പകല് ആണ് ഇത് ലൈറ്റ് ചെയ്തിരിക്കുന്നതെങ്കിലും ഈ നൈറ്റ് എഫക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കീ ലൈറ്റിന്റെ ഷാഡോ ഏരിയയിലെ ഫിൽ ലൈറ്റിന്റെ റേഷ്യോ വളരെ കൂട്ടിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ബെയർലി യു ക്യാൻ സീ ദ ഡീറ്റെയിൽസ്. അപ്പൊ ഇത് മുറിയിൽ ഉള്ള ഒരു ലൈറ്റ് സോഴ്സ് ആയിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഒരു ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ചെറിയൊരു നീല വെളിച്ചം വെളിയിൽ നിന്ന് വരുന്നത് പോലെ നമ്മൾ അത് കൊടുത്തിരിക്കുകയാണ്, ഒരു റിം ലൈറ്റും. അപ്പൊ ഈ നൈറ്റിന്റെ ഫീല് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കൂടുതലും ഫേസ് ഡാർക്കർ ആയിട്ടുള്ള ഏരിയയിലേക്ക് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടും വളരെ ജസ്റ്റ് വിസിബിൾ ആയിട്ടുള്ള ഒരു പിന്നെ രീതിയിലേക്ക് മാത്രമേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇതെന്താണ് അവള് നോക്കുമ്പോൾ വെളിയില് നിലാവില് ഈ മരിച്ചുപോയ അവളുടെ ഒരു വിഷനാണ്. അവള് പുറത്തോട്ട് നോക്കുമ്പോൾ കടലിൽ നിന്ന് അച്ഛൻ കയറി വന്ന് അവളോട് സംസാരിക്കുന്നതായിട്ടാണ് അവൾക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്രയും ഡ്രമാറ്റിക് ആയിട്ട് നമ്മൾ അത് ലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഷോട്ട് ഒന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതാണ്. ഇത് നമ്മള് ഡേ ഫോർ നൈറ്റ് എന്ന സങ്കേതം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇത്രയും കടലും ഈ ഇത്ര വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ നൈറ്റിൽ ലൈറ്റപ്പ് ചെയ്യാൻ നമ്മുടെ സാധാരണ, ഇത് വളരെ ചെറിയ ബഡ്ജറ്റ് ഉള്ള ഒരു സിനിമയായിരുന്നു. അപ്പൊ അത്തരം ഒരു സിനിമയ്ക്ക് അത് സാധ്യമാകില്ല. അപ്പൊ അതുകൊണ്ട് വളരെ ഇതൊരു ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഷൂട്ട് ചെയ്തിട്ടുള്ള രംഗമാണ്. ഇത് സൂര്യന്റെ റിഫ്ലക്ഷനിൽ നിന്നുള്ള വെളിച്ചം തന്നെയാണ്, പക്ഷെ അത് ചന്ദ്രന്റെ റിഫ്ലക്ഷൻ പോലെ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാല്, ഓഫ് കോഴ്സ് ഇതുപോലെ ഇതിപ്പം ഈ ബ്രൈറ്റർ ആയിട്ടുള്ള ഒരു ടോണലിന് എതിരായിട്ട് ഈ ക്യാരക്ടർ നടന്നു വരുമ്പോൾ ആദ്യം നമ്മൾ ഒരു സില്ലുവറ്റായിട്ട് അത് കാണുന്നുള്ളൂ. അപ്പൊ ആ ക്യാരക്ടർ നടന്ന് ഇവിടെ അടുത്തെത്തുമ്പോഴേക്കും അല്പം ഒരു വെളിച്ചത്തിലേക്ക് കടന്നു വരും, ഇതുപോലെ അത്ര. പക്ഷെ ആ ഡീറ്റെയിൽ ഇപ്പോഴും നമുക്ക് വളരെ ബെയർലി വിസിബിൾ ആയിട്ടുള്ള ഒരു ഡീറ്റെയിലേ ഉള്ളൂ. ഇത് പക്ഷേ വളരെയധികം അണ്ടർ എക്സ്പോസ് ചെയ്തിട്ടിരിക്കുകയാണ് ഇങ്ങനെ ഈ ഒരു രാത്രിയുടെ ഫീലിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അണ്ടർ എക്സ്പോസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഫേസിലേക്ക് വന്ന് വീഴുന്ന ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഏരിയയിൽ നിന്ന് 4 HMI ലൈറ്റ് സ്പോട്ട് ചെയ്ത് അടിച്ചിരിക്കുകയാണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ലൈറ്റ് വന്നാൽ മാത്രമേ ഈ പറഞ്ഞ രീതിയിൽ ഈ സൺന്റെ റിഫ്ലക്ഷനെ നമുക്ക് കൺട്രോൾ ചെയ്ത് എക്സ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഓഫ് കോഴ്സ് യു കാൽക്കുലേറ്റ് ഹൗ മച്ച് ഇറ്റ് വിൽ ഗോ അണ്ടർ. അപ്പൊ അവിടെ ഡീറ്റെയിൽ കിട്ടണം, എത്ര ലൈറ്റ് വേണം എന്നൊക്കെയുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതനുസരിച്ച് കൊടുക്കും അതിന്റെ ഒരു ക്ലോസർ ഇമേജ്.
ഷീസ് ഇത് പിന്നെ ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതല്ല, ബട്ട് ഷീസ് സിറ്റിംഗ് ഔട്ട്സൈഡ് ഇൻ ദി ഒരു ബെഞ്ചിൽ ഇരിക്കുന്നത് മാതിരി കൊടുത്തിട്ടുള്ളത്. ഇത് ഏർലി മോർണിംഗിൽ ഈ മിസ്റ്റ്, ഈ തടാകത്തിൽ ഈ മിസ്റ്റ് ഉള്ള സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെയും ഈ എക്സ്പോഷർ ക്രിട്ടിക്കലാണ്. ഈ അന്ന് വീഡിയോയിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിക്കാനേ പറ്റൂല. ബട്ട് ഐ ആം ബേസിംഗ് ദി കീ എക്സ്പോഷർ ഓൺ ദ മിസ്റ്റ്. ആ മിസ്റ്റിന്റെ ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഏരിയയെ ഒരു പ്രത്യേക അനുപാതത്തിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഈ തീർച്ചയായിട്ടും അതിനുവേണ്ടി എക്സ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവരുടെ ഫേസ് ഡാർക്കർ ആവും. അപ്പൊ അത് ബ്രൈറ്റ് ആക്കാൻ വേണ്ടി ഇവിടെ പിന്നെ ഫിൽ ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ യു വിൽ ഫീൽ ഇറ്റ് ആസ് എ നാച്ചുറൽ ലൈറ്റ്. അവൈലബിൾ ലൈറ്റ് ആണെന്ന് തോന്നും, പക്ഷെ ലൈറ്റിംഗ് ഉണ്ട്. ഇത് അതിലൊരു ബിബ്ലിക്കൽ പാർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ആ ബിബ്ലിക്കൽ പാർട്ടില് നമുക്ക് എങ്ങനെ അതിന്റെ ഒരു മരുഭൂമിയുടെ പിന്നെ ചൂടും അതിന്റെ ഒരു പിന്നെ രൂപവും അതിന്റെ ഒരു സ്മെല്ലും ഒക്കെ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ടുള്ള പിന്നെ ഒരു ജോമെട്രിയും ഇതെല്ലാം അവിടെ വരണം. അപ്പൊ ആ ഇലകളില്ലാത്ത കുറച്ചും ഉണങ്ങി നിൽക്കുന്ന മരങ്ങളും ഈ ടെന്റുകളും ഇതേപോലെയുള്ള ഇത് ക്യാരക്ടർ ബ്രൗണിഷ് ആയിട്ടുള്ള ഈ ക്യാരക്ടേഴ്സിന്റെ ഡ്രസ്സും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഷേപ്പുകളും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമുക്ക് ആ മരുഭൂമിയുടെ ഒരു ഇത് വരിക. ഇതും ഞാൻ ഈ ഷൂട്ട് ചെയ്ത സമയത്ത് തന്നെ അത് ഡെലിബറേറ്റ്ലി സ്കൈ ഓവർ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അത് ഈ കളറും എല്ലാം ഷൂട്ട് ചെയ്ത സമയത്ത് തന്നെ ഫിക്സ് ചെയ്തിട്ടുള്ളതാണ്. അന്നത്തെ പോലെ ഇന്നത്തെ ഇത് പിന്നീട് DI ചെയ്യാം എന്നുള്ള രീതിയിലല്ല. ദിസ് വാസ് ഫിക്സ്ഡ് ഡ്യൂറിങ് ഷൂട്ടിംഗ്. ഇത് ഓഫ് കോഴ്സ് പിന്നെ അവൈലബിൾ ആയിട്ടുള്ള സൺലൈറ്റും പിന്നെ അതിനനുപാതമായിട്ട് ചേർത്തിട്ടുള്ള ഫില്ലൈറ്റും കൂടെ ചേർന്ന് വന്നതാണ് ഇത് ഇങ്ങനെ വളരെ നല്ലൊരു എക്സ്പോഷർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. പക്ഷേ ആ വാതിലടയ്ക്കുവോ? ഇവിടെ വർത്താനം പറയണേ. ഓക്കെ, ഇത് പിന്നെ ലൈറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇതിന്റെ തീർച്ചയായിട്ടും നിങ്ങള് ഗോയ എന്ന് പറഞ്ഞ സിനിമ അതിന്റെ ക്ലിപ്പ് കണ്ടോ ആരെങ്കിലും? ഓപ്പണിംഗ് എനിക്കൊരു ചോദ്യം വന്നിട്ടുണ്ട്. രാം ശങ്കർ നൈറ്റിൽ ഔട്ട്ഡോർ ലൈറ്റിംഗ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാമോ? അപ്പൊ ഇതില് അങ്ങനത്തെ ഒരു സീൻ ഇല്ല. സാധാരണഗതിയിൽ നമ്മള് നൈറ്റ് ലൈറ്റ് ചെയ്യുമ്പോഴത്തേന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇത് ഏത് തരത്തിലുള്ള ഒരു ആംബിയൻസ് ആണ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. ഇപ്പൊ ഞാൻ ഇനി ചെയ്യാനുള്ളൊരു സിനിമയില് അതിർത്തിയിൽ നടക്കുന്ന ഒരു കഥയാണ്. രണ്ട് ഫെൻസിനും, അപ്പൊ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള രണ്ട് ഫെൻസിന്റെ ഇടയിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണത്. അപ്പൊ അവിടെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള പിന്നെ ഒന്നുമില്ലാത്ത പരന്നു കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ നമ്മള് എങ്ങനെ ആംബിയൻ ലൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? അതേസമയം പിന്നെ അതല്ല ഒരു പാർക്കിലാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും അത് ലൈറ്റ് അതിന്റെ ഡിസൈൻ സംവിധാനം നമ്മൾ ആലോചിക്കുന്നത്? അപ്പൊ ഈ ഇത്രയും വാസ്റ്റായ ഒരു ഏരിയയില് അപ്പൊ അതൊരു മൂൺ ലൈറ്റ് എഫക്ട് തന്നെ കൊണ്ടുവരണമെങ്കിലും വലിയൊരു സോഴ്സ് നമുക്ക് വേണ്ടി വരും. ഒറ്റ ഒരു സോഴ്സ് ആണെങ്കിൽ അത് പിന്നെ മൾട്ടിപ്പിൾ ഷാഡോകളില്ലാതെ നമുക്കത് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് പിന്നെ ഏറ്റവും നല്ല ലൈറ്റ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ഉള്ളത് ഈ ഫ്ലൈയിങ് മൂൺ എന്ന് പറയും. അത് പിന്നെ ഈ ബലൂൺ ലൈറ്റുകളാണ്. അപ്പൊ അങ്ങനത്തെ ബലൂൺ ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഔട്ട്ഡോർ
രംഗങ്ങൾ, അതുപോലെയുള്ള വളരെ പിന്നെ ഇപ്പൊ ഒരു കാട്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ലൈറ്റപ്പ് ചെയ്യണമെങ്കിൽ ഈ ബലൂൺ ലൈറ്റ് വളരെ നല്ലതായിരിക്കും. ഇപ്പൊ നിങ്ങൾ ഈ അടുത്ത് ഈ സിനിമ കണ്ടായിരുന്നു, സൂഫിയും സുജാതയും? ഇപ്പൊ ആമസോൺ പ്രൈമിൽ വന്നിരുന്നു. അതിന്റെ ടൊറന്റ് പലയിടത്തും മുന്നേ വന്നിട്ടുണ്ട്. ഈ സൂഫിയും സുജാതയും കണ്ടോ? ആ, ഓക്കെ. അപ്പൊ അതിൽ ഈ ബലൂൺ ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഔട്ട്ഡോറിന് വേണ്ടിയിട്ട് പലയിടത്തും. അപ്പൊ പിന്നെ ആ ഒരു ഒരേ ലെവലിലുള്ള ലൈറ്റ് നമുക്ക് അതുപോലെ കിട്ടാൻ പറ്റും. അപ്പൊ അത് ഇപ്പോഴത്തെ ഒരു എന്ന് പറഞ്ഞാൽ 5 വർഷം മുന്നേ ഉള്ള ഒരു സൗകര്യമാണ് അത്, അങ്ങനത്തെ ഒരു ലൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇപ്പൊ ഞാൻ ഐ ഡോണ്ട് നോ എനി ഓഫ് യു ഹാവ് സീൻ ഇറ്റ്. ഇപ്പൊ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ ചെയ്തിരുന്നു, 1990 ചെയ്ത. അപ്പൊ ആ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന് പറയുന്ന സിനിമയിൽ ഇതേപോലെ ലൈറ്റ് ചെയ്യേണ്ട ആവശ്യം വരുമ്പോഴത്തേക്ക് നമുക്ക് അന്ന് ഈ ബലൂൺ ലൈറ്റ് അതിന് റെന്റ് ചെയ്യാനുള്ള ബഡ്ജറ്റും ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് 40 അടി 30 അടി 40 അടി പൊക്കമുള്ള റോസ്ട്രംസ് ഉണ്ടാക്കും. പിന്നെ തടി കൊണ്ടോ ഇരുമ്പ് കൊണ്ടോ ഉള്ള പ്ലാറ്റ്ഫോംസ് അത്ര ഉയരത്തിൽ ഉണ്ടാക്കിയിട്ട് അതിന് മേലെ ഈ പവർഫുൾ ആയിട്ടുള്ള പിന്നെ HMI ലൈറ്റുകളോ, ഇന്നാണ് പാർ ലൈറ്റുകളാണ്, അന്ന് HMI ലൈറ്റേ ഉള്ളൂ. അപ്പൊ ആ HMI ലൈറ്റുകളോ ഡിനോ ലൈറ്റ്സോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇത്രയും വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്ത് ലൈറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഉള്ള ലൈറ്റുകൾ ഉപയോഗിക്കാം. പക്ഷെ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ ഏതെങ്കിലും ഇപ്പൊ ഒരു വില്ലേജിന്റെ ഒരു വില്ലേജിന്റെ ലോങ് ഷോട്ടാണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ ആ വീടുകളിൽ നിന്നുള്ള കത്തിച്ചു വെച്ചിട്ടുള്ള വിളക്കുകളുടെ വെളിച്ചം, അല്ലെങ്കിൽ എവിടെയെങ്കിലും പിന്നെ ഒരു ആളുകൾ കൂടിയിരുന്നിട്ട് കത്തിക്കുന്ന ഒരു തീ, അങ്ങനെയുള്ള എന്തെങ്കിലും സോഴ്സസ് നമ്മൾ അതില് ഡിസൈനിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരും. അത് കൂടെ വന്നെങ്കിൽ മാത്രമേ അതിനൊരു പിന്നെ പിക്ടോറിയൽ ആയിട്ടൊരു ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ അർത്ഥത്തില് പിന്നെ അങ്ങനെയും ചെയ്യാം. പക്ഷെ ഇന്നിപ്പം ഈ തരം പിന്നെ മേന്മയുള്ള ലൈറ്റുകൾ യൂസ് ചെയ്തുകൊണ്ട്, ബലൂൺ ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ വരും. കാറ്റും ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആ ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. അപ്പൊ അത് പിന്നെ വലിച്ചു കെട്ടി നിർത്തുന്നത് തന്നെ ഒരു വലിയ പണിയാണ്. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു സ്ട്രീറ്റിന്റെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ബുദ്ധദേവ് ദാസ് ഗുപ്തയുടെ അമി യാസിൻ ഓർ അമർ മധുവാല എന്ന് പറയുന്ന സിനിമ. അപ്പൊ ആ സിനിമയില് ഈ ഒരു ബസ് പിന്നെ ഇതിന്റെ ഗല്ലികളിലൂടെ ഓടിച്ചുകൊണ്ട് വരുന്ന രംഗമുണ്ട്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മള് പരിസരത്തുള്ള വലിയ വലിയ പൊക്കം കൂടിയ കെട്ടിടങ്ങളിൽ നിന്നൊക്കെ നിരവധി ലൈറ്റുകൾ വെച്ചിട്ടാണ് അത് ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഒബ്വിയസ്ലി അത് പിന്നെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള സ്ട്രീറ്റ് ലൈറ്റ്സ് മാത്രമാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആഡഡ് ആയിട്ടുള്ള ലൈറ്റ്സ് നമ്മൾ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു let me just see whether I can show some clips from that. ഇത് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നുള്ള ഒരു സ്റ്റില്ലാണ്. ഓബിയസ്ലി ഇറ്റ് ഈസ് നോട്ട് എ ലാർജ് ഔട്ട്ഡോർ അല്ല. ഇതിന്റെ വെളിയിൽ നിന്നുള്ള പിന്നെ ഷോട്ടുകളും ഉണ്ട്. പുറത്ത് നിരവധി റെഫ്യൂജീസ് കൂടിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ഷോട്ടിനോട് ചേർന്നിട്ടുള്ള ഒരു രംഗമാണത്. ദിസ് ഈസ് സം ഇത് നമ്മള് ഇപ്പൊ ഇങ്ങനത്തെ ഒരു സോഴ്സ് ലൈറ്റിംഗ് ചെയ്യുമ്പോഴത്തേന് ആക്ച്വലി
ഈ ലൈറ്റിന്റെ മാത്രം ലൈറ്റ് അല്ല അത്. ഈ റാന്തൽ വിളക്കിന്റെ വെളിച്ചം കൊണ്ടാണ് ഈ ഭിത്തിയിലുള്ള വെളിച്ചം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഷാഡോസ് ഒക്കെ, അതിൽ നിന്ന് പുറപ്പെടുന്ന ഷാഡോസ് ഒക്കെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് അതിൽ വന്നിട്ടുമുണ്ട്. പക്ഷേ ഈ കഥാപാത്രത്തിന്റെ പുറത്ത് വീഴുന്ന ലൈറ്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ബേബി ലൈറ്റുകളാണ്. ചെറുതായിട്ടൊന്ന് ഡിഫ്യൂസ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ള ലൈറ്റുകളാണ് ഇവിടെ വീഴുന്നത്. അപ്പൊ ഈ ഇതിലേതാണ്ട് ഒരു 6-7 ലൈറ്റുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇത്രയും ഇത് ചെയ്യാൻ. ഇതിന് കുറച്ചുകൂടെ ലോങ്ങർ ആയിട്ടൊരു ഇതുണ്ട്. ഇപ്പുറത്തൊരു ഫ്രണ്ടിൽ ഒരു ഡോർ ഉണ്ട്. അപ്പൊ ആ ഡോറിലേക്ക് വീണ്ടും 2 ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യും. അപ്പൊ അവരുടെ ലൈറ്റ് എല്ലാം കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് 7-8 ബേബി ലൈറ്റുകൾ യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ റാന്തൽ വിളക്കിൽ നിന്ന് ഉണ്ടായ വെളിച്ചമായെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ നമ്മളത് ലൈറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. എനിക്ക് ആ സിനിമയിൽ ഞാൻ ലൈറ്റ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഷോട്ടും കൂടിയായത്. ദിസ് ഈസ് ആൻ ഔട്ട്ഡോർ. അത് വളരെ ഒന്നും കാണാൻ പറ്റൂല. കാണുന്നില്ലേ? അപ്പൊ അത് പിന്നെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ അന്ന് ഇതുപോലെയുള്ള വിളക്കുകൾ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. വളരെ ഡാർക്ക് ആയിട്ടുള്ള ഇതായിരിക്കും. അപ്പൊ അത് മേലെ ഇതുപോലെയുള്ള ഒരു 10-40-30 അടി ആണെന്ന് എന്റെ ഓർമ്മ. അടിയുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് 2 അതേപോലെ 2 ഈ ബാക്ക്ഗ്രൗണ്ടിലേക്കും ഉണ്ട്. അപ്പൊ അത് പിന്നെ ഒരു ലൈറ്റ്, ഇപ്പുറത്ത് വേറൊരു ലൈറ്റ്, അങ്ങനെ കൊടുത്തിട്ട് ഈ ലൈറ്റിനടുത്ത് മാത്രമുള്ള ഭാഗത്തേക്ക് ഇതിന്റെ ഒരു വാം ലൈറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനൊരു സെപ്പറേഷൻ കിട്ടും. അങ്ങനെയാണ് ഇത് ലൈറ്റ്. ആ ബലൂൺ ലൈറ്റ് ആണെങ്കിൽ എനിക്ക് ഒറ്റ ഒരു ബലൂൺ ലൈറ്റ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാല് ആ ലൈറ്റ് കൊണ്ട് എനിക്കത് ഒറ്റ ലൈറ്റിൽ ചെയ്യാൻ പറ്റും. ഇതില് നിരവധി ലൈറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് വേറൊരു സീനാണ്. പല ക്യാരക്ടേഴ്സും ഉണ്ട്. പക്ഷെ ഈ 2 റാന്തൽ വിളക്കുകൾ മെയിൻ സോഴ്സ് ആയിട്ട് കണ്ടുകൊണ്ട് നമ്മൾ ലൈറ്റ് ചെയ്തിരിക്കുക. കാഹിനി എന്ന് പറഞ്ഞൊരു ബംഗാളി സിനിമയിലെ ഒരു സ്റ്റില്ലാണ്. അതിന്റെ ഏതാണ്ട് എൻഡിലേക്ക് വരുമ്പോഴത്തേന് ഡേ ടൈമിൽ തന്നെയുള്ള ഒരു മഴയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഇതാണ്. ഇത് ആർട്ടിഫിഷ്യൽ റെയിൻ ആണ്. പക്ഷെ ആ റെയിൻ ഇതേപോലെ പിന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി. മറ്റേ ഫയർ എഞ്ചിനൊന്നും ഇല്ല. പലയിടത്തും പിന്നെ പല പൈപ്പുകൾ വെച്ചിട്ട് അതുവഴി വെള്ളം ചീറ്റിച്ചിട്ട് എടുത്തിരിക്കുകയാണ്. പക്ഷെ അത് നാച്ചുറൽ ആയിട്ട് തോന്നണം. ഒരേ ഇതിൽ നിന്ന് വീഴുന്ന പോലെയൊക്കെ തോന്നുന്ന രീതിയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയതാണ്. അതിന്റെ തമാശ എന്താന്ന് പറഞ്ഞാൽ ഇതിന്റെ ചുറ്റുമായിട്ട് ഒരു 10,000-7,000 ആൾക്കാരുണ്ട്. എവിടെയൊക്കെ മറഞ്ഞിരിക്കുന്നോ അവിടെയൊക്കെ ആളുകൾ ഇങ്ങനെ ചാടാൻ നോക്കിയിരിക്കുക. അപ്പൊ അത് വളരെ പെട്ടെന്ന് ഷൂട്ട് ചെയ്ത് തീർക്കുകയും വേണ്ടിയിരുന്നു. അപ്പൊ അത് ഇറ്റ് വാസ് എ വെരി എന്റെ മേ ബി പിറവിക്ക് ശേഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ് ഇത്, കാഹിനി എന്ന് പറയുന്നത്. ഇതെല്ലാം DVD യുടെ ഗ്രാബാണ്.
കൊണ്ടാണ് അതിന്റെ റെസൊല്യൂഷൻ കുറവാണ്. ബട്ട് യു ക്യാൻ സീ ദി കോമ്പോസിഷൻ ആൻഡ് ദ വേ ഇറ്റ് വാസ് ലുക്കിംഗ്. Anyway, this is from my films, and രാംശങ്കറിന്റെ ചോദ്യത്തിനുള്ള ഏതാണ്ട് ഒരു മറുപടി നമ്മളത് ഞങ്ങൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയ നൈറ്റ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു കൊല്ലം പഠിക്കുന്ന കാര്യമാണ്. സോ ദാറ്റ് വി കനോട്ട് ജസ്റ്റ് ഐ ഹാവ് ടു ഗെറ്റ് ആൻ ഐഡിയ. ഐ വാസ് സെയിങ് ദാറ്റ്. രാം ഇവിടെ ഉണ്ടോ? സോ അതിൻ്റെ അകത്ത് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചോദിക്കാനുണ്ടോ? സാർ, ഞാൻ മൂൺ ലൈറ്റിന്റെ മാത്രമേ ഉണ്ടായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ ആൻസർ കിട്ടിയ ഇപ്പോഴത്തെ ബലൂൺ ലൈറ്റിംഗിന്റെ പറഞ്ഞു. ഓക്കെ. സോ ഞാൻ ഇനി ഇതിന്റെ ഈ പിന്നെ ലെറ്റ് മീ ജസ്റ്റ് ഇന്ന് രാവിലെ ഞാനൊരു ഇത് കോൺട്രാസ്റ്റ് ആൻഡ് അഫിനിറ്റി എന്ന് പറഞ്ഞ ഒരു ചെറിയ ക്ലിപ്പ് അയച്ചായിരുന്നു. അത് കണ്ടോ ആരെങ്കിലും? ഇന്ന് രാവിലെ അയച്ചത് കിട്ടിയോന്ന് അറിയില്ല. ഈ ഇമേജ് ഇപ്പൊ കാണുന്നുണ്ടോ? കാണാം സാർ, കാണാം. ഇതിൽ ഏറ്റവും മേലെ ഉള്ളത് ഒരു ഗ്രേ സ്കെയിലാണ്. അത് ആൻസൽ ആഡംസിന്റെ പിന്നെ അമേരിക്കൻ ഫോട്ടോഗ്രാഫറാണ് ആൻസൽ ആഡം. അദ്ദേഹം പിന്നെ പുറത്തേക്ക് അല്ല, അദ്ദേഹം പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ മെത്തേഡ് ഉണ്ട്. ഏറ്റവും നല്ല രീതിയിലുള്ള ടോണൽ റിപ്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അത് പ്രീ വിഷ്വലൈസേഷൻ നടത്തി ഒരു ഇമേജ് എങ്ങനെ സൃഷ്ടിച്ചെടുക്കണമെന്നുള്ളതിന്റെ ഒരു മെത്തേഡാണ്. അതിന് സോൺ സിസ്റ്റം എന്ന് പറയും. അപ്പൊ ഈ നമ്മളുടെ നാച്ചുറൽ വേൾഡിൽ ഈ ബ്ലാക്ക് ടു വൈറ്റ് ആയിട്ട് നിരവധി ടോണുകളുണ്ട്. ഇപ്പൊ ഏത് നമ്മളൊരു കളർ ചിത്രമാണ് കാണുന്നതെങ്കിൽ പോലും അതിന് ഒരു ടോണാലിറ്റി ഉണ്ട്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആണ് അതിന്റെ ഗ്രഡേഷൻ. പക്ഷേ അത് മനസ്സിലാക്കുന്നതിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ 11 സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്, ബ്ലാക്ക് ടു വൈറ്റ്. അപ്പൊ അത് ഈ അഞ്ചാമത് കാണുന്ന മിഡിൽ ടോൺ, ഇത് അപ്രോച്ച് ആണ് ഈ ടോണൽ വാല്യൂ ഒക്കെ ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെ സ്ക്രീനിൽ പല രീതിയിലായിരിക്കാം അത് വരിക. അപ്പൊ ഈ മിഡിൽ ടോൺ അഞ്ചാമതുള്ള എന്ന് പറഞ്ഞ ഈ വൈറ്റിനും ബ്ലാക്കിനും ഇടയിൽ ഏതാണെന്ന് നമുക്ക് തോന്നിക്കുന്ന ടോൺ, അത് ആണ് മിഡിൽ ഗ്രേ ആയിട്ട് പറയുന്നത്. അത് അതിന്റെ ലൈറ്റ്നെസ് 50% ആണ്. പക്ഷെ അതിന്റെ റിഫ്ലക്റ്റഡ് ലൂമിനൻസ് എന്ന് പറഞ്ഞാൽ 18% ആയിരിക്കും. അത് നമ്മളുടെ കണ്ണുകളുടെ ലോഗരിതമിക് പെർസെപ്ഷനിലുള്ള വ്യത്യാസം കൊണ്ടാണ് നമുക്ക് ഇത് ഈ നടുക്കുള്ള 50% ടോണായിട്ട് നമുക്ക് കാണുന്നത്. അപ്പം അത് അവര് ഒരു ആവറേജ് ഡേ ലൈറ്റ് സീനില് ഒരു ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ പ്യുവർ ബ്ലാക്ക് ആയിട്ടൊന്നും ഉണ്ടാവില്ല, 0% അബ്സോർബ് ചെയ്യുന്ന ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതൊരു 4% എന്നും, ഈ പ്യുവർ വൈറ്റ് എന്ന് പറഞ്ഞ സാധാരണ ഒരു ഡേ സീനിൽ ഉണ്ടാവാൻ ഇടയില്ല. അപ്പൊ അതിലുള്ള ആവറേജ് വൈറ്റ്നെസ് എന്ന് പറഞ്ഞ ഒരു 81% എന്ന് കണക്കാക്കിയിട്ടാണ് ഈ ഒരു അതിന്റെ ഫലമായിട്ട് നോക്കിയാലും അത് 18% ഗ്രേ ആയിട്ട് കിട്ടും. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ആൻസൽ ആഡം തന്റെ സോൺ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 5% അഞ്ചാമത് കാണിച്ചിരിക്കുന്ന 50% ലൈറ്റ്നെസ് മിഡിൽ ഗ്രേ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളൊരു എക്സ്പോഷറിനെ പറ്റി പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എന്താണ് കറക്റ്റ് എക്സ്പോഷർ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? നിങ്ങൾ എവിടെ വരെ ഇതില് എക്സ്പോഷറിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല.
ഇതൊരു HND കർവ് എന്ന് പറയും ഇതിന്. നമ്മള് ഒരു ലീനിയർ ആയിട്ട് അനുപാതത്തിൽ ഇൻക്രീസ് ചെയ്യുന്ന വെളിച്ചത്തിനനുസരിച്ച് ഒരു ഡെൻസിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഐഡിയൽ ആയിട്ടുള്ള ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അത് 45 ഡിഗ്രിയിലുള്ള ഒരു ലൈൻ ആയിരിക്കണം. അതല്ല നമുക്ക് ഈ ഫിലിം നെഗറ്റീവ് ആയാലും സെൻസർ ആയാലും അങ്ങനെ ഒരു ലൈൻ അല്ല നമുക്ക് കിട്ടുക. ഫോട്ടോൺ കണികകൾ വന്നു തുടങ്ങി കുറച്ച് കഴിഞ്ഞാലേ അതിന്റെ ഒരു നമുക്ക് യൂസബിൾ ആയിട്ടുള്ള ഒരു എക്സ്പോഷർ റേഞ്ചിലേക്ക് ഈ ഇത് വരികയുള്ളൂ. അപ്പൊ ഇത് ഈ HND കർവ് എന്ന് പറയും. ഈ കർവ് ലൈൻ, ഇത് ടോ റീജിയൻ, ഇത് ഷോൾഡർ, ഇതാണ് ഇതിന്റെ സ്ട്രെയിറ്റ് ലൈൻ പോർഷൻ എന്ന് പറയും. ആ 3 കാര്യം ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇത് ഗ്രാഫ് ചെയ്തെടുക്കുന്നതൊക്കെ വേറെ ഈ ഒരുപാടുണ്ട്. അപ്പൊ ഈ പണ്ട് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് എടുത്ത് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ പഴയ സ്റ്റുഡിയോയിൽ നിന്ന് അതിന്റെ കൂടെ നമ്മൾ അതിന്റെ നെഗറ്റീവും തരും. അപ്പൊ എന്താ ചെയ്യുന്നത്, നമ്മൾ വെള്ള ഷർട്ടാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ആ ഈ നെഗറ്റീവിൽ അത് വൈറ്റ് ആയിട്ട് കാണും. കറുത്ത തലമുടിയൊക്കെ നെഗറ്റീവില് വൈറ്റ് ആയിട്ടും കാണും. അപ്പൊ ഈ വെളിച്ചം വീഴുന്നതനുസരിച്ചിട്ട് ഈ ഷാഡോ ഏരിയാസ് ആണ് ഈ ടോ റീജിയനിൽ ഉള്ളത്. അപ്പൊ അവിടുന്ന് ഈ വലുതായി ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എക്സ്പോഷർ കൊണ്ട് വലിയ കാര്യമില്ല, അത് ഒന്നും നമുക്ക് കിട്ടൂല. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇതിലേക്ക് രേഖപ്പെടുത്താൻ പറ്റൂല. അപ്പൊ ഈ സ്ട്രെയിറ്റ് ലൈൻ പോർഷൻ എന്ന് പറയുന്ന ഭാഗത്തുള്ള ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ മിഡിൽ ടോൺ, 5ാമത് പ്രതിഷ്ഠിച്ചിരിക്കുന്ന 18% ഗ്രേ എന്ന ടോണാലിറ്റിയെ ഈ സ്ട്രെയിറ്റ് ലൈൻ കർവിന്റെ മധ്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ ഗുഡ് എക്സ്പോഷർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ 5ാമത്തെ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാല് ഈ സ്ട്രെയിറ്റ് ലൈനിന്റെ ഏരിയയിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മേലോട്ട് ബ്രൈറ്റർ ആയിട്ടുള്ള 6, 7, 8, 9 വരെയുള്ള ടോണും താഴോട്ട് വരുമ്പോഴത്തേന് 4, 3, 2, 1 എന്നുള്ള ടോണിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽ ഇവിടെ ഉണ്ടാവും. അപ്പൊ അത് ഇങ്ങനെ ഇപ്പൊ ഇത് മേലോട്ട് കയറിപ്പോയാൽ പല ഈ പറഞ്ഞ 6, 7, 8 ഒക്കെ പിന്നെ ഡീറ്റെയിൽ ഇല്ലാതെ പോകും. ക്രഷ് ചെയ്ത് പോയാലും ഇവിടെയും ഡീറ്റെയിൽ ഇല്ലാതെ പോകും. അപ്പൊ അതുകൊണ്ടാണ് ക്രിട്ടിക്കലാണ് എക്സ്പോഷർ നമ്മൾ ഈ സ്ട്രെയിറ്റ് ലൈൻ പോർഷന്റെ നടുവിലേക്ക് 5ാമത്തെ ടോണിനെ മിഡിൽ ടോണിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് എല്ലാ ടോൺസും നമുക്ക് ഈ സെൻസറിൽ നിന്നോ നെഗറ്റീവിൽ നിന്നോ പിന്നീട് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഓഫ് കോഴ്സ് ടുഡേ വി ഹാവ് HDR ഹൈ ഡൈനാമിക് റേഞ്ച് അപ്ലൈ ചെയ്തിട്ടുള്ള ഇമേജിംഗ് സിസ്റ്റം ഉണ്ട്. അത് പിന്നീട് ഡിജിറ്റൽ ഇന്റർമീഡിയറ്റിന്റെ ഇതോടുകൂടി നമുക്കത് കൂടുതൽ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. അത് ചെയ്യുന്നത് ഒരു പല എക്സ്പോഷറിൽ നമ്മൾ എടുക്കുന്ന ചിത്രത്തെ ഒരുമിച്ച് ചേർത്തിട്ട് അതിന്റെ ഒരു ഡീറ്റെയിൽ കൊണ്ടുവരികയാണ്. വീഡിയോയിലാണ് നമ്മൾ ചെയ്യണമെങ്കിൽ HDR ഫംഗ്ഷൻ ചെയ്യുമ്പോഴത്തേന് ഇന്നിപ്പം ഇപ്പൊ റെഡ് ക്യാമറയിലൊക്കെ ഉണ്ടത് ഒരു ഹൈലൈറ്റ് ഏരിയക്ക് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു ട്രാക്ക്, B ട്രാക്കില് ഹൈലൈറ്റിനുള്ള എക്സ്പോഷർ വെച്ചിട്ട് ചെയ്യും. A ട്രാക്കില് ഈ ഷാഡോ ഏരിയയിലും മിഡ് ടോൺസിനും വേണ്ടിയിട്ടുള്ള എക്സ്പോഷറുള്ള നോർമൽ എക്സ്പോഷറും വയ്ക്കും. അപ്പൊ അങ്ങനെ എടുത്തു കഴിഞ്ഞാല് നമ്മൾ ഈ നോർമൽ എക്സ്പോഷർ കൊടുത്തിരിക്കുന്നിടത്ത് ആ ഹൈലൈറ്റ് ഏരിയ തീർച്ചയായിട്ടും ബേൺ ഔട്ട് ചെയ്യും. അതേസമയം ഈ ട്രാക്ക് ബിയിൽ HDR ഫംഗ്ഷൻ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബിയില് നമ്മൾ ഈ ഹൈലൈറ്റിന്റെ ഡീറ്റെയിൽസ് ശേഖരിക്കുന്നുള്ളത് കൊണ്ട് രണ്ടാമത് ഇത് പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിൽ ഈ 2 ട്രാക്കും കൂടെ മെർജ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ വിസ്തൃതിയുള്ള എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു ഡൈനാമിക് റേഞ്ചും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനൊരു ഉദാഹരണം ഞാൻ കാണിക്കാം. ഇത് ഒബ്വിയസ്ലി സുബ്രതോ ദാദ സത്യജിത്രയുടെ പതേർ പാഞ്ചാലി മുതലുള്ള ക്യാമറാമാൻ ആയിരുന്നു.
അദ്ദേഹമാണ് യഥാർത്ഥത്തില് സുബ്രതോ മിത്രയാണ് ലോകത്ത് ആദ്യമായിട്ട് ഈ സോഫ്റ്റ് ലൈറ്റിങ്ങും ബൗൺസ് ലൈറ്റിങ്ങും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത് കൺസിസ്റ്റന്റ് ആയിട്ട്. അപ്പു ട്രയോളജിയിലെ രണ്ടാമത്തെ മൂന്നാമത്തെ ഇതില് പിന്നെ ഈ ബൗൺസ് ലൈറ്റിങ് അത് അപരാജിതയില് ഈ പിന്നെ ഒരു കോർട്ട്യാർഡിന്റെ ബനാറസിലുള്ള ഒരു കോർട്ട്യാർഡിന്റെ ഇന്റീരിയർ രംഗങ്ങൾ ഷൂട്ട് ചെയ്യാൻ അവർ ആദ്യം പ്ലാൻ ചെയ്തിരുന്ന ഔട്ട്ഡോറിൽ തന്നെ സെറ്റ് ഇട്ടിട്ട് സ്കൈലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള സ്കൈലൈറ്റ് ആയിരിക്കും അവിടെ വരുന്നത്. അപ്പൊ ആ പിന്നെ രംഗങ്ങൾ അത് ചിത്രീകരിക്കാൻ വേണ്ടി വെളിയിൽ തന്നെ സെറ്റ് ഇടണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ അത് മഴ ഉണ്ടോ എന്തോ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അത് ഈ ഇൻഡോർ സ്റ്റുഡിയോക്കകത്ത് തന്നെ സെറ്റ് ഇട്ടു. അപ്പൊ ആ സെറ്റിന്റെ മേലെ അദ്ദേഹം വലിയൊരു വെള്ള തുണി വലിച്ചു കെട്ടിയിട്ട് അവിടെയുള്ള വലിയ ലൈറ്റുകളെല്ലാം എടുത്ത് ആ തുണിയിലേക്ക് ബൗൺസ് ചെയ്തു. അപ്പൊ ആ നാച്ചുറൽ ആയിട്ടുള്ള ഡിഫ്യൂസ് സ്കൈലൈറ്റ് പോലെയുള്ള ലൈറ്റ് തന്നെ അദ്ദേഹത്തിന് കോർട്ട്യാർഡിൽ കിട്ടി. അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. പക്ഷെ ഈ ബംഗാളിലെ സ്റ്റുഡിയോകളിലെല്ലാം വളരെ ചെറിയ സ്ഥലങ്ങളായതുകൊണ്ട് ഈ ബൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടേഴ്സിന് മൂവ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം കുറയും. അപ്പൊ അത് സത്യജിത്രേ പറഞ്ഞു, അങ്ങനെ ഈ ബൗൺസ് ലൈറ്റ് പറ്റൂല, അപ്പൊ എനിക്ക് കുറച്ചുകൂടെ സ്ഥലം വേണമെന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെ ആണ് അദ്ദേഹം സുബ്രതോ ദാദ ഈ സോഫ്റ്റ് ബോക്സുകൾ ഇൻവെന്റ് ചെയ്തത്. ആദ്യമായിട്ട് സോഫ്റ്റ് ബോക്സുകൾ ഉപയോഗിക്കുന്നതും സുബ്രതോ മിത്രയാണ്. അപ്പൊ ഈ ഇന്നത്തെ ലോകവ്യാപകമായി നമ്മൾ കാണുന്ന ഈ മോട്ടിവേറ്റഡ് ലൈറ്റിങ്ങിന്റെ ഡിഫ്യൂസ് ലൈറ്റിങ്ങിന്റെയും ആദ്യത്തെ പ്രയോക്താവ് എന്ന് പറയുന്നത് സുബ്രതോ മിത്രയാണ്. അത് പലരും നമ്മളുടെ പിന്നെ ഈ ചരിത്രത്തിൽ അത് പലർക്കും അറിയില്ല, സിനിമോട്ടോഗ്രാഫി ചെയ്യുന്നവർക്കും അറിയില്ല. പക്ഷെ ഇന്ന് ലോകത്തെല്ലായിടത്തും കാണുന്നത് ആ തരത്തിലുള്ള ലൈറ്റിംഗ് ആണ്. അപ്പൊ അതിന്റെ ഉപജ്ഞാതാവും പ്രയോക്താവും സുബ്രതോ ദാദയായിരുന്നു. ആൻഡ് ഹി വാസ് മൈ മെന്റർ. അപ്പൊ അദ്ദേഹത്തിനോട് വളരെ അടുത്ത ഒരു വ്യക്തി ബന്ധം എനിക്കുണ്ട്. അദ്ദേഹമാണ് എനിക്ക് എന്റെ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ധൈര്യം തന്നത്. ഒരു ദിവസം പിന്നെ ദാദ എന്നോട് ചോദിച്ചു, നിന്റെ സിനിമോട്ടോഗ്രാഫി ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് എനിക്കറിയത്തില്ല, ദാദ തന്നെ പറയും എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇറ്റ് നെവർ ലുക്സ് ലിറ്റ് അപ്പ്, ലൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നില്ല എന്ന് പറഞ്ഞു. ദാറ്റ് ഹാസ് ബിക്കം മൈ ഹോൾമാർക്ക്. അപ്പം എല്ലായ്പ്പോഴും അത് അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ നമ്മള് ദയ എന്ന് പറയുന്ന തരത്തിൽ ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഇറ്റ് ഇസ് എ ഫെയറി ടെയിൽ പോലെയുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പം അതിനനുസരിച്ചിട്ട് അതിൻ്റെതായിട്ടുള്ള ഒരു പിന്നെ ആർഭാടവും പകിട്ടും ഒക്കെ അതിൽ കൊണ്ടുവരണം. അപ്പൊ അങ്ങനെ എങ്കിൽ പോലും ഞാനും വേണുമായിട്ട് ഇതിന്റെ വിഷ്വൽ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട് സംസാരിച്ചിരിക്കുമ്പോഴത്തേന് ഒബ്വിയസ്ലി ദർ ഇസ് പിന്നെ മരുഭൂമികളും അതിൽ സൺസെറ്റുകളും ഒക്കെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അത് വേണു പറഞ്ഞ ഒറ്റ ഷോട്ട് പോലും ഈ കലണ്ടർ ഫോട്ടോഗ്രാഫി പോലെ ഇരിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ചാണ് അത് ചെയ്തിട്ടുള്ളത്. കലണ്ടർ ഫോട്ടോഗ്രാഫി പോലെ അല്ലെങ്കിലും വളരെ ഒന്നോ രണ്ടോ ഷോട്ടുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷെ കഴിവതും ബാക്കി ഒരിടത്തും അങ്ങനെ വരാതെ നോക്കിയിട്ടുണ്ട്. ദാറ്റ് വാസ് ഓൾസോ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യാമറാമാൻ തന്നെ ഡയറക്ടർ ആയിട്ടുള്ളപ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പെരിമെന്റ് ചെയ്യാൻ തോന്നും. അല്ലെങ്കിൽ കുറെ കൂടി മെച്ചപ്പെട്ട ഒരു പ്രകടനം കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കും. കാര്യം എന്തെങ്കിലും തെറ്റുപറ്റിയാലും അവർക്ക് അത് ചൂണ്ടിക്കാണിക്കാനുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് വി വിൽ ട്രൈ ടു ഡു സം മോർ എക്സ്പെരിമെന്റ്. അപ്പൊ അങ്ങനെ പിറവിയിലും അത് സംഭവിച്ചിട്ടുണ്ട്, പിന്നെ ദയയിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ദാദ ആണ് ഇത്തരത്തില് എനിക്ക് ഇതിനുള്ള ഒരു ധൈര്യവും ഇതൊക്കെ തന്നിട്ടുള്ളത്. ഞാൻ HDR യൂസ് ചെയ്തിട്ടുള്ള ഒരു ഷോട്ടാണിത്. കാരണം ഇവിടെ ഓഫ് കോഴ്സ് ഈസ് എ ട്രോളി ഷോട്ട്. ഇത് തുടങ്ങുമ്പോഴത്തേന് ഇവിടെ രണ്ട് കഥാപാത്രങ്ങളുണ്ട്, രണ്ട് കാമുകന്മാര്. അപ്പൊ അവര് അവിടെ നിൽക്കുന്നതിൽ നിന്ന് ട്രാക്ക് ചെയ്തിട്ട് അത് നോക്കി നിൽക്കുന്ന കുട്ടികളിലേക്കാണ് ഈ ഷോട്ട് അവസാനിക്കുന്നത്. പക്ഷേ ഇതൊരു പണിതീരാത്ത മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന്റെ 4ാമത്തെ 5ാമത്തെ നിലയിലാണ്. അപ്പൊ ഈ സ്റ്റെപ്പുകളൊക്കെ കെട്ടി വരുന്നേ ഉള്ളൂ. അപ്പൊ അവിടേക്ക് ഒരുപാട് വലിയ ലൈറ്റുകളും എടുത്ത് ഇവരെ കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായില്ല. അപ്പം ഐ ഹാഡ് ഓൺലി 2 or 3 ലൈറ്റ്സ് വിച്ച് വിൽ ഗീവ്. ഇത് റെഡ് എപ്പിക്കിൽ ഷൂട്ട് ചെയ്തതാണ് ഫുൾ ഫിലിം.
അപ്പൊ 800 ISOയിലാണ് നമ്മൾ അത് റേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 4.5 ആണ് എനിക്ക് എഫ് സ്റ്റോപ്പ് ഇവിടെ ഈ ഷാഡോ ഇവിടെയുള്ള ഇതിൽ കിട്ടുക. അപ്പൊ ഈ ഔട്ട്ഡോർ ഒക്കെ പുറത്തുള്ള ബ്രൈറ്റസ്റ്റ് ഏരിയ 64-90 എന്നൊക്കെ പറഞ്ഞ് പോകും. അപ്പോ നമുക്ക് HDR ഇല്ലെങ്കിൽ ഇത് ഒരിക്കലും ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. മറ്റൊരു ഇത് ഇപ്പൊ നമ്മളൊരു വീടിനകത്തൊക്കെ ആണെങ്കിൽ ആ ജനലില് ND ഫിൽറ്റേഴ്സ് ഒട്ടിച്ചിട്ട് നമുക്ക് അത് കൺട്രോൾ ചെയ്യാം ബാക്ക്ഗ്രൗണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇതെല്ലാം ലാർജ് ഏരിയ ആണ്, അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വന്നതുകൊണ്ട് ഇവിടെ ഞാൻ HDR യൂസ് ചെയ്തു. അപ്പൊ ഇതിന് ഈ A ട്രാക്കില് അകത്തുള്ള ഒരു എക്സ്പോഷർ വെച്ചു, ഈ B ട്രാക്കില് ഔട്ട്ഡോറിന് വേണ്ടിയിട്ട് എക്സ്പോസ് ചെയ്തു. അപ്പൊ അത് പിന്നീട് ഇത് രണ്ടും കൂടെ ചേർത്തെടുക്കുമ്പോഴത്തേക്ക് ഇതേപോലെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടും. അത് ആ HDR ഫംഗ്ഷൻ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റൂല. ഈ ലൈറ്റിങ്ങിനെ പറ്റി പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ എങ്ങനെയാണ് ഈ 3 ഡയമെൻഷണൽ ഡെപ്ത് ഈ ലൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അറിയേണ്ടത്. ഒരു ലൈറ്റ് ഇപ്പൊ സോഴ്സ് ഇതിൽ റിഫ്ലക്ട് ചെയ്യുന്നത് കാണാം. ഇവിടെ നിന്നുള്ള ഒരു ലൈറ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ലൈറ്റിന്റെ അത് ഇത് 3 ഡയമെൻഷണൽ ആയിട്ട് ഒരു ഒബ്ജക്റ്റ് ആയതുകൊണ്ട് അതിന്റെ ഷാഡോ ഏരിയ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് അതിലേക്ക് വരുന്നുണ്ടാവും. ഒരു ഈ സോഴ്സ് തന്നെ അതിൽ റിഫ്ലക്ട് ചെയ്തിട്ട് ഒരു ഹൈലൈറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇങ്ങനെ 3 ഡയമെൻഷണൽ ആയിട്ട് നമ്മൾ ഈ വൈറ്റ് ബോളിനെ കാണിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ തരത്തില് ലൈറ്റ് ഉപയോഗിക്കണം. സപ്പോസ് നമ്മൾ അതിന് പകരം ഈ ക്യാമറയുടെ കാണുന്ന ഇവിടെ നിന്ന് നേരിട്ട് പിന്നെ ബോളിലേക്കാണ് ഒരു ലൈറ്റ് വരുന്നതെങ്കിൽ ഇതെല്ലാം കൂടെ വെളുത്തിരിക്കും. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ അതൊരു ബോൾ ആണെന്നോ സ്പിയർ ആണെന്നോ ഒരു വൈറ്റ് ഡിസ്ക് ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. അപ്പൊ ആ 3 ഡയമെൻഷനാലിറ്റി കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ അതിന്റെ കോണ്ടോർ ഷേപ്പുകളെ റിവീൽ ചെയ്യുന്ന തരത്തിൽ ലൈറ്റ് യൂസ് ചെയ്താലേ സാധിക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ഇപ്പൊ ഒരു ചിത്രത്തിന്റെ ഈ ചിത്രമായാലും ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള പിന്നെ രഘു റോയിയുടെ ഭോപ്പാൽ ട്രാജഡിയെ കുറിച്ചിട്ടുള്ള ചിത്രമാണ്. ഇതിന്റെ കോമ്പോസിഷൻ ആയാലും ടോണൽ ഡിസ്ട്രിബ്യൂഷൻ ആയാലും എല്ലാം അവസാനം എത്തി നിൽക്കുക ലൈറ്റിന്റെ വേരിയേഷനിലാണ്. അപ്പൊ ആ ലൈറ്റ് ആണ് നമുക്ക് ഇതെല്ലാം വെളിവാക്കി തരുന്ന ഘടകം. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈറ്റ് എന്ന് പറയുമ്പോൾ അതൊരു തീർച്ചയായിട്ടും ഒരു കളർ ഇമേജ് ആണെങ്കിൽ അതിലുള്ള കളറിനെ എല്ലാം റിവീൽ ചെയ്ത് തരുന്നത് ലൈറ്റ് ആണ്. ആ അർത്ഥത്തിൽ ഇമേജ് മേക്കിങ്ങിന്റെ ഏറ്റവും ആധാരമായിട്ടുള്ളത് ലൈറ്റ് തന്നെയാണ്. ഇപ്പൊ ഈ നാച്ചുറൽ ആയിട്ടുള്ള സൺലൈറ്റ് ആണ് ഇവിടെ വീട് കിടക്കുന്നത്. അപ്പൊ ഈ സൺലൈറ്റ് അതിനെപ്പറ്റി ഒരു ചെറിയ ശാസ്ത്രം പറയാം. ഒരു ഈ സണ്ണിൽ നിന്ന് ഭൂമിയുടെ പ്രതലത്തിലേക്ക് എത്താനായിട്ട് എത്ര സമയം എടുക്കുന്നുണ്ട്? ഒരു സൺലൈറ്റ് അവിടെ നിന്ന് ഇവിടെ വരാൻ? ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? എത്ര സമയം എടുക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള സയൻസിൽ? 8 മിനിറ്റ്. 7-8 മിനിറ്റ് വരും. സൂര്യന്റെ ഉള്ളിൽ നിന്ന് ഒരു ഫോട്ടോൺ, അതിന്റെ കോറിൽ ഒരു ഫോട്ടോൺ കാണുക ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് സൂര്യന് വെളിയിലെ പ്രതലത്തിലേക്ക് എത്താൻ എത്ര സമയം എടുക്കുമെന്ന് അറിയാമോ? വൈൽഡായിട്ട് പറഞ്ഞാൽ മതി, ആരെങ്കിലും അറിയാവുന്നവര് പറയണ്ട. 1,00,000 വർഷം എടുക്കും. അപ്പം ഈ നമ്മൾ ഈ ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന ഈ ഇത് ഈ
just close these windows. ഈ സൺലൈറ്റ് എന്ന് പറയുന്ന ഇപ്പൊ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 1,00,000 മുമ്പ് ഉണ്ടായതാണ് ഈ ലൈറ്റ്. സോ ഇറ്റ് ഈസ് അമേസിങ്. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാല് ഈ നമ്മൾ ഫിലിം നെഗറ്റീവ് ആയാലും സെൻസർ ആയാലും എങ്ങനെയാണ് നമ്മൾ, ഓഫ് കോഴ്സ് ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഉണ്ട്, അതല്ലെങ്കിൽ ഈ ഫോട്ടോൺ കണികകള് സെൻസറിൽ വന്ന് വീഴുന്നതിന്റെ അതിന്റെ എനർജിയെ കൺവേർട്ട് ചെയ്തിട്ടാണ് ഇമേജസ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഫോട്ടോൺ കണികകളിലെ എനർജിയെ കൺവേർട്ട് ചെയ്യുന്ന മറ്റൊരു വലിയ പ്രോസസ്സ് നാച്ചുറൽ ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതെന്താ? അതില്ലെങ്കിൽ നമ്മളാരും ജീവിച്ചിരിക്കില്ല. ഫോട്ടോസിന്തസിസ്. ഈ കാണാവുന്ന ചെടികൾ മുഴുവൻ സൂര്യപ്രകാശത്തിലുള്ള ഫോട്ടോൺ കണികകളിലെ എനർജിയെ നമുക്കുള്ള ഭക്ഷണമായിട്ട് മാറ്റി തരികയാണ്. അപ്പൊ ആ ഭക്ഷണം തന്നെയാണ് ജന്തുക്കളും. ഇപ്പൊ ഈ ചില ജന്തുക്കൾ അല്ലെങ്കിൽ പുല്ല് നിന്ന് വളരുന്നു, അല്ലെങ്കിൽ പുല്ല് നിന്ന് വളരുന്ന ജന്തുക്കളെ പിടിച്ചു തിന്ന് വളരുന്ന ജന്തുക്കളുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ഭക്ഷണ ചെയിനിന്റെ ആധാരമായിട്ടുള്ളതും ഈ ഫോട്ടോൺ കണികകളാണ്. അപ്പൊ ഈ ലൈറ്റ് ഇല്ലെങ്കിൽ മനുഷ്യ ജീവിതം ഇല്ല, അത് അതിന്റെ എല്ലാ അർത്ഥത്തിലും. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് അറിയപ്പെടുന്ന ഈശ്വരൻ എന്ന് പറയാവുന്നത് സൂര്യൻ മാത്രമാണ്. എനിവേ, അപ്പൊ ഈ കോമ്പോസിഷന്റെ ചില എലമെന്റ്സിനെ കൂടിയിട്ട് ഞാൻ ഇതില് പറഞ്ഞു പോകാം. വി ആർ ഓൾ ജസ്റ്റ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിവേ, ഇപ്പൊ നമ്മൾ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴുള്ള അതിലെ വിഷ്വൽ കോമ്പണൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതിൽ എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട കാര്യം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്പേസ് ആണ്. There are 3 kinds of visual space. First, the physical space in front of the camera. Second, the space as it appears on the screen. And third, the spatial size and shape of the screen itself. അപ്പൊ അത് നമ്മളുടെ ഫിസിക്കൽ റിയാലിറ്റിയിലുള്ള ക്യാമറയ്ക്ക് മുന്നിലുള്ള സ്പേസ് അത് എങ്ങനെയാണോ സ്ക്രീനിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അത്, പിന്നെ ഈ സ്ക്രീനിന്റെ തന്നെ സൈസും ഷേപ്പും എല്ലാം ഈ സ്പേസിൽ പെടും. ഈ ക്ലാസ് കാണുന്ന നിങ്ങൾ പലരും തന്നെ ലാപ്ടോപ്പിൽ കാണുന്നുണ്ടാവാം, മൊബൈൽ ഫോണിൽ കാണുന്നുണ്ടാവാം. അപ്പൊ ആ സ്ക്രീൻ സൈസും കാര്യങ്ങളും എല്ലാം വ്യത്യാസമുണ്ട്. So it is the way it is communicating with you also is changing. ഞാൻ ഈ സിനിമ കാണുമ്പോഴത്തേക്കുള്ള ഏറ്റവും വലിയ വ്യത്യാസം ലാപ്ടോപ്പിൽ കാണുന്നതും സ്ക്രീനിൽ കാണുമ്പോഴുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞാല്, നമ്മുടെ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ ആയാലും നമ്മുടെ ടിവിയുടെ സ്ക്രീൻ ആയാലും നമ്മുടെ ശരീരത്തെക്കായാലും ചെറുതാണത്. ഇപ്പം സിനിമാ തിയേറ്ററിൽ സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നമ്മളെക്കായാലും എത്രയോ മടങ്ങ് വലിയൊരു സ്ക്രീനാണ്. അപ്പൊ അതിന്റെ പവർ റിലേഷൻഷിപ്പും അതില് നമ്മൾ സ്വീകരിക്കുന്ന രീതികളും അതിനോട് പ്രതികരിക്കുന്ന രീതികളും എല്ലാം വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് സിനിമ കഴിവതും സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ സ്ക്രീനിൽ തന്നെ കാണണമെന്ന് പറയുന്നത് ഒരു കാരണം അതാണ്. തീർച്ചയായിട്ടും ഇന്നിപ്പോ ആളുകൾ മൊബൈൽ സ്ക്രീനിൽ കണ്ട് സിനിമ കാണുന്നുണ്ട്, ദാറ്റ് ഇസ് ഓക്കെ. ബട്ട് ഇറ്റ് ഈസ് ഈ വലിയ എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഡയമെൻഷൻസിലാണ് നമ്മൾ അത് എഫക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ അത് ആ എഫക്റ്റ് ശരിക്കും ഒരു ചെറിയ സ്ക്രീനിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റൂല. രണ്ടാമത്തെ ഘടകം ലൈൻ ആൻഡ് ഷേപ്പ്. Line is the result of other visual components that allow us to perceive lines, but none of the lines we see is real. Shape goes hand in hand with the line because all shapes appear to be constructed from the lines. നമ്മളൊരു ടോണൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോഴാണ് ലൈൻ ഉള്ളതായിട്ട് നമ്മൾ ഫീൽ ചെയ്യുക. ഇപ്പൊ ഇവിടെ അതുപോലെ ഇത് എഡ്ജസ്, ഇപ്പൊ ഒരു ബുക്കിന്റെ പേജിന്റെ എഡ്ജ് നമുക്ക് ലൈനായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും.
അല്ലെങ്കിൽ ഈ ടോണൽ ഡിഫറൻസ് നമുക്ക് ലൈനായിട്ട് കാണും. ഇൻഫാക്ട് ഈ ലെറ്റേഴ്സ് അതും എല്ലാം ലൈൻസ് ആണ്. അപ്പൊ അത് ഈ ടോണൽ ചേഞ്ച് കൊണ്ടാണ് ആ ലൈൻസിനെ നമുക്ക് പിന്നെ അറിയാൻ പറ്റുന്നത്. പിന്നീട് ടോൺ refers to the brightness of objects in relation to the grayscale. Tone is an important factor in black and white and color photography. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും കളർ ഫോട്ടോഗ്രാഫി ആയാലും ടോൺ ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. അപ്പൊ സ്പേസ് ഉണ്ട്, ടോണാലിറ്റി ഉണ്ട്, ലൈൻസ് ആൻഡ് ഷേപ്സ് ഉണ്ട്. വെർട്ടിക്കൽ ലൈൻ ഉണ്ട്, ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്, ഡയഗണൽ ലൈൻ ഉണ്ട്. അപ്പൊ അത് ക്രിസ് ക്രോസ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഈ പിന്നെ എന്താണെന്നും ഒക്കെ റിക്കഗ്നൈസ് ചെയ്യുന്നതും ഇതിന്റെ ലൈൻ ആൻഡ് ഷേപ്പ് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളത് റിക്കഗ്നൈസ് ചെയ്യുക. ഇത് സ്റ്റെപ്പാന്ന് മനസ്സിലാക്കുന്നത്, ഇതൊരു ബെഞ്ചാന്ന് മനസ്സിലാക്കുന്നതും, പണിത് തീർന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിംഗ് ആണ്, ഇത് പണി തീർന്നതാണെന്നും ഒക്കെ മനസ്സിലാക്കുന്നത് അതിന്റെ ലൈൻ ആൻഡ് ഷേപ്പ് തരുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ്. നാലാമതുള്ള ഘടകമാണ് കളർ. Color is one of the most powerful visual components. Color is also the most misunderstood. പിന്നെ വരുന്നത് മൂവ്മെന്റ്. സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മൂവ്മെന്റ് ഈസ് ദ ഫസ്റ്റ് വിഷ്വൽ കോമ്പണന്റ് ടു അട്രാക്ട് ദി ഐ. നമ്മൾ ഒരു ഷോട്ട് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും ആദ്യം നമ്മളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത് അതിലുള്ള മൂവ്മെന്റ് ആയിരിക്കും. മൂവ്മെന്റ് occurs using objects, the camera and the viewer's eyes as they watch the screen. നമ്മളിത് പിന്നെ സ്ക്രീൻ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറയുടെ മൂവ്മെന്റ് കൊണ്ട്, കഥാപാത്രത്തിന്റെ മൂവ്മെന്റ് കൊണ്ട്, അങ്ങനെ ഉള്ള പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ക്രിസ് ക്രോസ് ചെയ്യുന്ന പല മൂവ്മെന്റും ഉണ്ടാവും. അപ്പൊ ആ മൂവ്മെന്റുകളാണ് നമ്മളുടെ കണ്ണിനെ ആദ്യം ആകർഷിക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഘടകമാണ്. പിന്നെ റിതം. We are most familiar with rhythm we can hear, but there is also rhythm we can see. Rhythm is found in stationary, non-moving objects, moving objects and editing. ഈ നമ്മളെ അൺകോൺഷ്യസ് ആയിട്ട് നമ്മളെ ഇതിനെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വളരെയധികം ഘടിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഈ എഡിറ്റിങ്ങിലൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റിതം. അപ്പൊ അത് പിന്നെ അതിന്റെ എക്സ്പാൻഷനോ കോൺട്രാക്ഷനോ കൊണ്ട് തന്നെ നമ്മളുടെ മനസ്സിൽ ഉദ്വേഗവും ശാന്തതയും ആകാംക്ഷയൊക്കെ ഉണ്ടാക്കാനായിട്ട് എഡിറ്റിംഗിലെ റിതത്തിന് പറ്റും. അതേപോലെ തന്നെയാണ് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനുള്ളിലുള്ള മൂവ്മെന്റ്സിന്റെ ക്രിയേഷൻ കൊണ്ട് നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കാം. ചേസ് സീക്വൻസസുകൾ, അപ്പൊ ആ കാറുകളുടെ മത്സര ഓട്ടം, അത് നമ്മളിൽ തീർച്ചയായിട്ടും വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കും. അല്ലെങ്കിൽ പിന്നെ പിന്നെ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ നടക്കുന്ന സംഘട്ടന രംഗങ്ങൾ, അപ്പൊ അതില് ആ വിഷ്വൽ മൂവ്മെന്റിന്റെ ഹൈറ്റൻഡ് പിന്നെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് അവിടെ ഉണ്ടാവുക. അതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മാർഷൽ ആർട്ട് ഫിലിമാണ് ഹീറോ എന്ന് പറയുന്ന സിനിമ. ഈ ഹീറോ സിനിമ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹീറോ സിനിമയില് വളരെയധികം പിന്നെ ഇത്തരത്തിലുള്ള ആക്ഷൻ സീക്വൻസസ് ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുള്ള ആക്ഷൻ സീൻസ് ആണ്. അപ്പൊ അത് നമുക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മളുടെ കാഴ്ചയെ കൊണ്ടുചെല്ലാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് സ്ക്രീൻ, റിയൽ വേൾഡ്, സ്ക്രീൻ വേൾഡ്. റിയൽ വേൾഡ് എങ്ങനെയാണുള്ളത്? നമുക്ക് 3 ഡയമെൻഷനാണ്. അത് 3 ഡയമെൻഷണൽ ആയിട്ട് തന്നെ ഒരു ഫോർഗ്രൗണ്ട്, മിഡ് ഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. പക്ഷെ സ്ക്രീൻ വേൾഡില് അത് ഒരേ പ്രതലത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഫോർഗ്രൗണ്ട്, മിഡിൽ ഗ്രൗണ്ട്, ബാക്ക്ഗ്രൗണ്ട് എല്ലാം കാണുന്നത്. 2 ഡയമെൻഷനിലാണ് സ്ക്രീൻ. അപ്പം 3 ഡയമെൻഷനുള്ള റിയാലിറ്റിയെ പിക്ചർ പ്ലെയിനിൽ നമ്മൾ 2 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു പിക്ചർ പ്ലെയിനിലാണ് കാണുന്നത്. അതിപ്പോ ഈ ലാപ്ടോപ്പിന്റെ സ്ക്രീനിലായാലും തിയേറ്ററിലുള്ള വലിയ ലാർജ് സ്ക്രീനിലായാലും ഒക്കെ നമ്മൾ അത് കാണുന്നത് ഈ പിന്നെ 2 ഡയമെൻഷണൽ ആയിട്ടാണ്. ഓഫ് കോഴ്സ് മൂവ്മെന്റിനെ പറ്റിയും റിതത്തെ പറ്റിയും നമ്മൾ പറഞ്ഞു.
അപ്പൊ ഈ നമ്മളുടെ ഈ വസ്തുക്കളുടെ അറേഞ്ച്മെന്റ് കൊണ്ടാണ് നമുക്ക് ഈ 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. അത് ഇപ്പൊ ഈ ഫോർഗ്രൗണ്ടിൽ ഒരു ക്യാരക്ടർ ഉണ്ട്, മിഡിൽ ഗ്രൗണ്ടിൽ വേറൊരു ക്യാരക്ടർ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ മറ്റു ഒബ്ജക്റ്റുകൾ പ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പൊ അങ്ങനെ ഉള്ള അറേഞ്ച്മെന്റുകളിലാണ് അതിന്റെ അതാണ് ഒരു സൈസ് ഡിഫറൻസസ്. അത് നമുക്ക് ഒരു 3 ഡയമെൻഷണൽ ക്ലൂ ആണ്. അത് ഞാൻ അതിന്റെ അത്തരം കാര്യങ്ങൾ ഡീറ്റെയിൽസ് വേറെ ഉണ്ട്. So we arrange things in the foreground, midground and background. അതേസമയം ഇതൊരു വെസ്റ്റേൺ ആർട്ട് ഡെവലപ്പ് ചെയ്ത് വന്നതിൽ ഉണ്ടായിട്ടുള്ള ഒരു ഐഡിയ ആണ് ഈ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. 3 ഡയമെൻഷണൽ വാനിഷിംഗ് പോയിന്റ്. അത് പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു റെയിൽ പാളത്തിന്റെ നടുക്ക് നോക്കിയാൽ അങ്ങ് ദൂരെ ഹൊറൈസണിൽ ആ റെയിൽപാളങ്ങൾ പാരലൽ ലൈൻസ് കൂടിച്ചേരുന്നതായിട്ട് നമുക്ക് തോന്നും. അത് വാനിഷിംഗ് പോയിന്റ് എന്ന് പറയും. അപ്പൊ അത് ആ പെർസ്പെക്റ്റീവ് ആണ് ഈ 3 ഡയമെൻഷണൽ ഇതിലെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ലൈൻസ് ലോഞ്ചിറ്റ്യൂഡനൽ ആയിട്ടുള്ള ഒരു പ്ലെയിനിൽ ക്രിയേറ്റ് ചെയ്യാനാണ് എപ്പോഴും വെസ്റ്റേൺ പെയിന്റിംഗ് ട്രഡീഷനിലും വെസ്റ്റേൺ ആർട്ടിലും ഒക്കെ നടന്നിട്ടുള്ളത്. പ്രിയദർശനെ പോലെ ഒരു ഡയറക്ടർ ആണെങ്കിൽ പ്രിയദർശൻ തന്നെ കട്ട് പറയും, ഇനി വേണ്ട, ലൈറ്റ് പോയല്ലോ, നാളെ ആകുമ്പോൾ പറയും. പക്ഷെ ചില ഡയറക്ടർ അങ്ങനെയല്ല, നമ്മളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഒരു ഷോട്ട് കൂടി എടുക്കാം, ഒരു ഷോട്ട് കൂടി എടുക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ നിർബന്ധിതരാകും ചില ഷോട്ട് എടുക്കാൻ. നമ്മൾക്ക് അറിയാം ഇത് അത്ര പെർഫെക്റ്റ് ആയിട്ടല്ല കിട്ടണമെന്ന്. പക്ഷെ എങ്കിലും പ്രൊഡക്ഷന്റെ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ അത് ചിലപ്പോൾ സമ്മതിക്കും. അങ്ങനെ വരുന്ന ഷോട്ട് നമുക്ക് കാണുമ്പോൾ അറിയാം അത് പെർഫെക്റ്റ് അല്ല എന്നുള്ളത്. അങ്ങനെ അതുപോലെ ഡയറക്ടറുടെ ഏറ്റവും വലിയൊരു ഹെൽപ്ഫുൾ ഹാൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്നതും ക്യാമറമാനാണ്. അപ്പൊ ഈ സാക്രിഫൈസ് എന്ന് പറയുന്ന ടാർക്കോവ്സ്കിയുടെ സിനിമയുടെ ഷൂട്ടിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു സിനിമയുണ്ട്, അതൊന്ന് കാണണം. അത് ഈ സാക്രിഫൈസിന്റെ CD DVD കൂടെ അത് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതെന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാല്, ഇവര് അതിലെ ഏറ്റവും ക്ലൈമാക്സ് സീക്വൻസ് എന്ന് പറയുന്നത് ഈ സിനിമ നടക്കുന്ന സെറ്റ് ഒരു വീടാണ്, വലിയ വീടാണ്. അതിന് ഇതിലെ ഗൃഹനാഥനായിട്ടുള്ള കഥാപാത്രം തീയിട്ട് നശിപ്പിക്കുന്നതാണ്. അപ്പൊ ഒറ്റ ഷോട്ടിൽ അത് എടുക്കുകയും വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവർ ഇതെല്ലാം പ്ലാൻ ചെയ്ത് ക്യാമറ ആരിഫ്ലെക്സ് ക്യാമറയാണ് അതിന്റെ പുത്തൻ ക്യാമറ. അത് അവരുടെ ക്യാമറ ഒന്നുകൂടി കമ്പനിയിൽ അയച്ച് ചെക്ക് ചെയ്തിട്ടൊക്കെ കൊണ്ടുവന്ന് വെച്ചതാണ്. പക്ഷേ ഈ പാതി വഴിയായപ്പോ ക്യാമറ ജാമായി പോയി. സ്വെൻ നിക്വിസ്റ്റ് എന്ന് പറയുന്ന അത്യുന്നതനായ ഒരു സിനിമാറ്റോഗ്രാഫറാണ് ക്യാമറമാൻ. എന്ത് ചെയ്യും? ക്യാമറ ജാമായി. അങ്ങനെ മിസ്റ്റേക്ക് പറ്റാൻ പറ്റൂല. അപ്പം അവരെ കണ്ടിന്യൂ ചെയ്തു. എന്നിട്ട് ഇത് ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ടാർക്കോവ്സ്കി അറിയുന്നത് ഇങ്ങനെ ക്യാമറ ഇടയ്ക്ക് വെച്ച് ജാമായെന്ന്. അപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു ഭ്രാന്തി പിടിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ക്യാമറ ക്രൂ ഇതുപോലൊരു അബദ്ധം കാണിക്കുമെന്ന് അദ്ദേഹം വിചാരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ബിക്കോസ് ദാറ്റ് ഈസ് ദ ലീസ്റ്റ് എക്സ്പെക്റ്റഡ് ഓഫ് യു. ക്യാമറ ക്രൂവിൽ നിന്ന് ഒരിക്കലും തെറ്റു പറ്റാൻ പാടില്ല എന്നുള്ളതാണ് എല്ലാ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും വിചാരിക്കുന്നത്. സോ ഇറ്റ് ഈസ് വെരി റെസ്പോൺസിബിൾ ജോബ് ആൻഡ് സ്റ്റിൽ ഇറ്റ് ഹോൾഡ്സ് ലൈക്ക് ദാറ്റ്. ഒരു അളവ് കഴിഞ്ഞാൽ ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കൂട്ടി നിർത്താനായിട്ട് മറ്റാരേക്കാളും ക്യാമറാമാന്റെ ഒരു പങ്ക് വലുതാണ്. ഹലോ സർ, അറിഞ്ഞോളൂ സാർ. ഒരു സിനിമ എടുക്കുമ്പോ ഒരു എൻവയോൺമെന്റിനെ എങ്ങനെയാണ് ഒരു ക്യാരക്ടറിന്റെ മേലെ അധികാരം ചെലുത്തുന്നതായിട്ട് കാണിക്കാൻ പറ്റും? എൻവയോൺമെന്റിനെ ആ ഒരു ക്യാരക്ടർ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷന് ഈ ഒരു ക്യാരക്ടറിന്റെ മേല് ഒരു പവർ കാണിക്കാൻ എന്താ ചെയ്യാ? ഒരു ഉദാഹരണം പറയാമോ? ഒരു സിറ്റുവേഷൻ. സർ, ഞാൻ ദ ഷൈനിങ് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടത്. അതില് ഈ ഒരു വലിയൊരു ഹോട്ടലിന്റെ അകത്ത് ഇവർ ഈ 3 പേര് മാത്രമായിട്ട് ഐസൊലേറ്റഡ് ആവുമ്പോ ഇവർക്ക് ഓരോ ഇത് തോന്നുന്നതായിട്ട്. അപ്പൊ ഈ ഒരു വലിയ ഹോട്ടലിൽ ഇവര് 3 പേര് മാത്രമാവുമ്പോ ഈ ഹോട്ടല് ലൈക്ക് ഒരു കീഴിലാണ് ഒപ്രസീവ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും. അതെ. അങ്ങനെ അതിന്റെ
ആക്ടിങ് എന്ന് പറയുന്നത് അതിന്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്, കഥാഗതി. അപ്പൊ ആ കഥാഗതിയിൽ ഇവർ മൂന്നും അവിടെ ഒറ്റയായി പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതോടു കൂടിയാണ് അവിടെ ഈ ഓപ്പറേഷന്റെ ഇഷ്യൂ വരുന്നത്. അതെ. അപ്പം അതിന്റെ സ്ക്രീൻ എന്താ പറയണ്ടേ, പ്രൊഡക്ഷൻ ഡിസൈൻ അവിടെ വലിയ പങ്കുണ്ട്. അപ്പോഴത്തേക്ക് വെസ് ആൻഡേഴ്സന്റെ സിനിമകള്, അതല്ലെങ്കിൽ ഈവൻ എന്തിനാ പറയുന്നത്, വളരെ മുന്നേ തന്നെയുള്ള നമ്മുടെ പിന്നെ ചാർലി ചാപ്ലിന്റെ മോഡേൺ ടൈംസ് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അവിടെ ആ പിന്നെ എൻവയോൺമെന്റ് അല്ലേ ഈ ഓപ്രസീവ് ആയിട്ട് ഇതിന് ക്യാരക്ടറായിട്ട് മാറുന്നത്, വളരെ വലിയ ഇതായിട്ട്. അത് നമ്മൾ അതിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ വേണം. അത് പക്ഷെ അതിന്റെ ബേസിക്കലി ഇറ്റ് ഈസ് ടു ഡു വിത്ത് ദി സ്റ്റോറി. അപ്പൊ അതിന്റെ ലൈറ്റിങ്ങിൽ നമുക്ക് അതിനെ നിഗൂഢമാക്കാം, അതിനെ വലിയ അതിന്റെ ലെൻസിങ്ങിൽ അത് വലിയ ഈ ക്യാരക്ടേഴ്സിനെ വളരെ ചെറിയ രൂപങ്ങളായിട്ട് മാറ്റാം. അങ്ങനെയുള്ള പല ഉപാധികൾ ഉപയോഗിച്ചിട്ടും നമുക്ക് ഒരു എൻവയോൺമെന്റിനെ ഈ തരത്തില് എടുക്കാം. ഇപ്പൊ ഇപ്പൊ പിറവിയിൽ തന്നെ ആ നാലുകെട്ടും അതിന്റെ ഇരുള് മൂടിയ മുറികളും ഒക്കെയാണ് അതിനെ കുറെ കൂടെ ഒരു പിന്നെ ഒരു എന്താ പറയണ്ടേ, മെലങ്കളിക് ആയിട്ടുള്ള ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഉപകരിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ്. അതൊരു വൈറ്റ് വാഷ് ചെയ്ത മുറികളായിരുന്നു അതെങ്കിൽ അത്രത്തോളം നമുക്ക് അത് ചെയ്യാൻ പറ്റൂല. അപ്പൊ അങ്ങനെയുള്ള ഈ പിന്നെ സെലക്ഷൻ, അത് വീടുകളായാലും പിന്നെ ഭൂപ്രദേശങ്ങളായാലും ഒക്കെ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ ശ്രദ്ധ ഉണ്ടാവണം. അത് നമ്മളെ ഒരുപാട് ഈ കഥ പറയുന്നതിൽ സഹായിക്കും. ഓക്കെ, താങ്ക് യു. ഇത് ആക്ച്വലി ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ. അതിന്റെ മുഴുവനായിട്ടുള്ള ഒരു രീതിയിൽ അത് ദീർഘകാലം നമ്മൾ മനസ്സിലാക്കുകയും അതിന്റെ പുറകെ പോകേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ നമുക്കൊരു 1 മണിക്കൂറിൽ 2 മണിക്കൂർ കൊണ്ട് നമുക്ക് അതിന്റെ മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞു പോകാൻ പറ്റൂല. പിന്നെ നിങ്ങളിൽ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയും നിങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ ഈ പുസ്തകം ഡൗൺലോഡ് ചെയ്ത് വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ വിഷ്വൽ സ്റ്റോറി എന്ന് പറയുന്ന ബ്രൂസ് ബ്ലോക്കിന്റെ പുസ്തകം. പിന്നെ സിനിമാറ്റോഗ്രാഫിയെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു പുസ്തകം മുന്നേ എഴുതിയിട്ടുള്ളതാണ് 5 C's ഓഫ് സിനിമാറ്റോഗ്രാഫി എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പുസ്തകമുണ്ട്. അതും പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ഒരു പുസ്തകമാണ്. 5 C's ഓഫ് സിനിമാറ്റോഗ്രാഫി. ഹോപ്പ്ഫുള്ളി ഈ കോവിഡ് കാലമൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരിട്ട് കണ്ട് കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കാം. അതല്ലെങ്കിൽ വേറൊരു സന്ദർഭത്തിൽ ഒരു ചെറിയ ഇൻഫർമേഷൻ കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഇപ്പോഴത്തെ ഞങ്ങളുടെ ഇത് ഓൾ ഇന്ത്യ ബേസിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് സിനിമാറ്റോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു അസോസിയേഷൻ ഉണ്ട്, ISC. അപ്പം ISCയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഞാനാണ്. അപ്പൊ അതാണ് വേറെ ഉള്ള ഒരു ഇൻഫർമേഷൻ എന്നെ പറ്റിയുള്ള. താങ്ക് യു ഓൾ.